and we are not Republic. ക്യൂ സ്റ്റുഡിയോയുടെ അഭിമുഖത്തിൽ തല്ലുമാലയുടെ ടീമാണ്. ടോവിനോ തോമസ് ഉണ്ട്, ആഷിഖ് ഉസ്മാൻ ഉണ്ട്, വിഷ്ണു വിജയ്, കല്യാണി പ്രിയദർശൻ, ജിംഷി ഖാലിദ്, മുഹസിൻ ബരാരി, ബിനു പപ്പു ആൻഡ് ദ ഡയറക്ടർ ഖാലിദ് റഹ്മാൻ. കല്യാണി എന്ന് പടം കണ്ടു എന്ന് പറഞ്ഞിട്ടാണ് എല്ലാ എന്താ കല്യാണി പറയാ പടം കണ്ട പടത്തെ കുറിച്ച്? ഞങ്ങള് ഫാൻസാണ്. ബാക്കി സമയം എന്തെങ്കിലും I mean, first thing I did was I called him up and I said, I love the film. I'm excited to watch it again now at theaters. It's a fun film. Beginning to end, എനിക്കൊരു ചിരി ഉണ്ടായിരുന്നു ഫേസിൽ. After every song, എനിക്കൊരു extra ചിരി ഉണ്ടായിരുന്നു. It was perfectly blended. So I was just complimenting everybody. I also have one compliment. Toby looks really good in the film, and I think it's because of him. So, yeah. ഞാൻ അന്നേ നന്ദി പറഞ്ഞു കഴിഞ്ഞില്ലേ, വേറെ എന്ത് വേണം? ഈ ടോബി എനിക്കൊന്ന് 100 ചില്ലാനും ദിവസം ഷൂട്ട് ചെയ്ത സിനിമയാണ്. എനിക്കൊന്ന് പോസ്റ്റ് കോവിഡ് ഈ സിനിമയുടെ എനിക്കൊന്ന് ഈ സിനിമയുടെ ഷൂട്ടിനിടയിൽ 2-3 പ്രാവശ്യം ഞാൻ പല കോലത്തില് അല്ലെ പല രൂപത്തിൽ കണ്ടിട്ടുണ്ട്. എനിക്കൊന്ന് രാത്രി പാട്ട് പാടാൻ പോകുന്ന, നമ്മുടെ രണ്ടാമത്തെ സ്കെഡ്യൂളിന് മുമ്പ് ആ ലുക്ക് ഫസ്റ്റ് കൊടുത്തത് നമ്മുടെ പടത്തിന് മുമ്പ് കൊടുത്തത് പുള്ളിക്കാണ്. എന്താണ് ടോബിയെ സംബന്ധിച്ചാൽ എന്താ തല്ലുവേല? തല്ലാണ് അതിനപ്പുറം. അതായത് ഭയങ്കര രസമുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല പണിയെടുത്തിട്ടുണ്ട്, പക്ഷെ അതിൽ ഭയങ്കര സന്തോഷമുണ്ട്. എടുത്ത പണിയൊക്കെ സ്ക്രീനിൽ കാണുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഇപ്പോഴും സിനിമ കണ്ടിട്ടില്ല. സിനിമ കാണാത്തതിന് കാരണം എന്ന് വെച്ചാൽ സാധാരണ നമ്മൾ ചെയ്യുന്ന നല്ല സിനിമകളൊന്നും, നമ്മൾ കരുതുന്ന സിനിമകളൊന്നും നമുക്ക് തിയേറ്ററിൽ നിന്ന് കണ്ട് ഭയങ്കരമായിട്ട് ആസ്വദിക്കാൻ പറ്റില്ല. കാര്യം കാണുന്ന സമയത്ത് നമുക്ക് ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ഓർമ്മകളും ഒക്കെ അതിൻ്റെ ഇടയ്ക്ക് വരും. പക്ഷെ ഇതൊരു നോൺ ലീനിയർ പടമൊക്കെ ആയതുകൊണ്ടും ഇവന്മാർ വേറൊരു ഡിസൈനാണ് പടത്തിന് പിടിച്ചേക്കുന്നത് എന്നുള്ള കാരണം കൊണ്ടും എനിക്കൊരു ഫ്രഷ് പടം പോലെ തന്നെ ഇരുന്ന് കാണാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയുണ്ട്. പിന്നെ ഈ സിനിമ ഇനിയിപ്പോൾ എനിക്ക് എങ്ങനെ എന്തെങ്കിലും എൻ്റെ ഷൂട്ടിംഗ് സമയത്ത് ഓർമ്മകളായിട്ട് റിലേറ്റ് ആയി പോകുന്നുണ്ട്, സിനിമ കണ്ടു തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ നേരെ തിരിഞ്ഞ് ഓഡിയൻസിൻ്റെ മുഖത്ത് നിന്ന് ഞാൻ ഈ പടം കാണും. എനിക്ക് അങ്ങനെ കാണേണ്ട ഒരു സിനിമയാണ്. അത്രയും എന്താ പറയുക, ഈ 105 ദിവസം വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മളൊക്കെ തമ്മിൽ ഉണ്ടാവുന്ന അടുപ്പം തുടങ്ങുന്ന സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാളും ഭയങ്കര അടുപ്പം കൂടിയിട്ടുണ്ട്. ഞാൻ അത്യാവശ്യം ഇമോഷണലായിട്ട് ആളുകളായിട്ടും ഞാൻ ചെയ്യുന്ന സിനിമകളുമായിട്ടും അടുപ്പം വരുന്ന ആളാണ്. ഈ സിനിമ എന്നെ കുറേ കാര്യങ്ങൾ പഠിപ്പിച്ച സിനിമയാണ്. എന്നെപ്പറ്റി ഞാൻ ഡാൻസ് കളിക്കുമെന്നും പാട്ട് പാടുമെന്നും ഒക്കെ എനിക്ക് ഇനി രണ്ടുപേരോടൊക്കെ പറയാം. ഞാൻ എൻ്റെ സിംഗിങ് കരിയർ ആരംഭിച്ചത് റഹ്മാൻ സാറിലൂടെയാണെന്ന് എനിക്ക് ആരോട് പറയാലോ. അല്ല, എനിക്ക് ധൈര്യമായിട്ട് ഇന്റർനാഷണൽ വേദികളിൽ പോയി പറയാം എന്റെ സിംഗിങ് കരിയർ ഞാൻ ആരംഭിച്ചത് റഹ്മാൻ സാറിലൂടെയാണ്. റഹ്മാനാണെന്ന് പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അത് വിഷ്ണു ഭയങ്കര കുഴപ്പമില്ല, നമുക്ക് റെഡിയാക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരൊക്കെ തരുന്ന കോൺഫിഡൻസ് ആണ്. പാടുന്നതിന്റെ നല്ല ദിവസം നമ്മൾ കണ്ടത്. ഡാൻസ് ആണെങ്കിലും ഞാൻ ചോദിച്ചേടാ വൈ മീ, നിങ്ങൾ എന്താ നിങ്ങൾ ഇങ്ങനെ, ഇവരുടെ എന്റെ മേലുള്ള ട്രസ്റ്റ് അതാണ് എനിക്ക് തിരിച്ച് ഇവരോട്. കാര്യം ഇവർക്കും നഷ്ടപ്പെടാനുണ്ടല്ലോ, എനിക്കല്ലല്ലോ നഷ്ടപ്പെടാനുള്ള കൂടുതൽ. ഇവരും നല്ല റെപ്യൂട്ടേഷനുള്ള ആൾക്കാരാണ്. ഇവരങ്ങനെ ചുമ്മാ റിസ്ക് എടുക്കില്ല. എന്നെ മോശമാക്കി സ്ക്രീനിൽ കാണിക്കൂല എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ആ ഒരു ട്രസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കിതിന്റെ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഒരു 50% ഇതിന്റെ ഡിസൈനിനെ പറ്റിയിട്ട് ഒരു ഐഡിയ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഷൂട്ട് തുടങ്ങി ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും ഞാൻ ഇവരെ വിളിച്ചു, അടിപൊളിയായിട്ടുണ്ട്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഡാൻസിന്റെ സ്റ്റെപ്പ് മാത്രം എനിക്ക് 2 ദിവസം നേരെ തരണം. കാര്യം ഞാൻ ഡാൻസ് കളിച്ച് കുളവാക്കിയിട്ട് ഇത്ര നല്ല രസമായിട്ട് പോകുന്ന പടം മോശമാവരുത് എന്നുള്ളതുകൊണ്ട്. അതുപോലെ ഞാൻ ജിംഷിയുടെ അടുത്തും പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ഷൂട്ടിനിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കോംപ്ലിമെന്റ് ചെയ്യും. അത് അങ്ങനെ കോംപ്ലിമെന്റ് ചെയ്യണമല്ലോ, സുഹൃത്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യുമ്പോൾ. എല്ലാവരും പുതിയൊരു പരിപാടിയാണ് എല്ലാവരും ചെയ്യുന്നത്. അപ്പോൾ ജിംഷിയാണെങ്കിലും ഭയങ്കര പൊളൈറ്റ് ആണ്. സോറി പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി റീടേക്ക് ഒക്കെ ചോദിക്കുള്ളൂ. ശരിക്കുള്ള ജിംഷി നമുക്കറിയാലോ, അത് വേറെ കാര്യം. വേറൊന്നും കൊണ്ടല്ല, ഷൂട്ടിംഗ് ആംബിയൻസിൽ ഇപ്പൊ ആസ് എ ക്യാപ്റ്റൻ റഹ്മാൻ തന്നെയാണ്, ഹി ലീഡ്സ് ഇറ്റ്. പുള്ളി വേറെ ആർക്കും ഒരു ചാൻസും കൊടുക്കൂല. പിന്നെ അതെ ഹി ലൈക്സ് ടു ലീഡ് ഇറ്റ്. ആൻഡ് ആ ഒരു സമയത്താണെങ്കിൽ പോലും റഹ്മാൻ ഇച്ചിരി ഹീറ്റഡ് ആയിരുന്നു. ഇപ്പൊ നമ്മളിപ്പോ ആരും കൂട്ടത്തിൽ കല്യാണി ഹാസ് ഡൺ പ്രിറ്റി മച്ച് ബിഗർ വർക്ക് ദാൻ us, ബട്ട് റെസ്റ്റ് ഓഫ് എവരി വൺ ഞങ്ങളുടെ ആദ്യമായിട്ടാണ് ഈ പറഞ്ഞ ബഡ്ജറ്റ് പുള്ളി പറഞ്ഞില്ല, പക്ഷെ നമുക്കറിയാം അത്രയും വലിയ കാശ് ഇട്ടിട്ട് സിനിമയിൽ നമ്മൾ ചെയ്യുന്നത്. ആൻഡ് വി ആർ നോട്ട്,
ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഒരു പരിപാടിയെ ചെയ്തിട്ടില്ല, പ്രകൃതി പടക്കാരെന്നൊക്കെയാണ്. ആക്ച്വലി യെസ്, നമ്മളിപ്പോ ഒരു ഓവർ ദ ടോപ്പ് ആയിട്ട് അങ്ങനെ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല, വളരെ കൈൻഡ് ഓഫ് എന്ന് പറയാം. അപ്പൊ ഇങ്ങനെ അപ്പൊ ഇതേപോലുള്ള ഒരു പ്രകൃതി പടക്കാരെ വെച്ചിട്ട് ഇത്രയും പൈസ മുടക്കി വലിയൊരു ക്യാൻവാസിൽ ചെയ്യാൻ പുള്ളി കാണിച്ചൊരു ധൈര്യമുണ്ട്. അപ്പൊ ആ ഒരു സാധനം നമുക്ക് എപ്പോഴും, എന്നെ സംബന്ധിച്ചിടത്തോളം റഹ്മാനെ സംബന്ധിച്ചിടത്തോളം ഒരു പെയിൻ ആയിരുന്നു. ഇയാളൊരു സുഹൃത്തും കൂടിയാണ്. പടം ഇത് അവസാനം ഇത് കഴിഞ്ഞിട്ട് പുറവേല് വന്നിട്ട് ആളിയാ ഇന്ന് കണ്ട് വൈകുന്നേരം ഇരുന്ന് സംസാരിക്കാനുള്ളതാണ്, അതില്ലാതായി പോരുത് ഒരു സിനിമ കൊണ്ട് എന്നുള്ളതായിരുന്നു പേടി. അപ്പൊ റഹ്മാൻ ആക്ച്വലി ഓവർ റേറ്റഡ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ വേറൊരാളും കൂടെ ആ ഒരു എനർജി ഡെലിവർ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് മൈറ്റ് ഗോ ബാഡ്. ഇത്തിരി നമ്മൾ പേടിച്ചോണ്ട് തന്നെയാണ് പടം മൊത്തം ചെയ്തത്. അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ മച്ചാനെ ഒന്നുകൂടെ, ഞാൻ ഈ ടേക്ക് ചോദിക്കുന്നത് ഇപ്പൊ മാസ്റ്റർ, ഇപ്പൊ ഒന്നെങ്കിൽ ഷോബി മാസ്റ്റർ അല്ലെങ്കിൽ നമ്മുടെ സുപ്രീം മാസ്റ്റർ, പിന്നെ ഞാൻ ഇയാൾ. സുപ്രീം ഒരു 5 ടേക്ക് പോയി, അത് കഴിഞ്ഞിട്ട് ടോബി എനിക്ക് ശരിയായില്ല, എനിക്കൊന്നുകൂടെ എന്ന് പറഞ്ഞിട്ട് ടോബി ഒരു 5 എണ്ണം പോയി, അത് കഴിഞ്ഞ് ഇയാളും പറയും ഇയാൾക്ക് വേണ്ടി ഒരു 4 എണ്ണം പോയി, അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ചെല്ലണം മച്ചാനെ അപ്പൊ അല്ലല്ല, അത് ഭയങ്കര രസമാണ്. നമുക്ക് എന്താ വെച്ചാല് വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഭയങ്കര രസം തോന്നും. അതായത് നമ്മള് ഒരു ഇങ്ങനെ നമ്മളെ കെയർ ചെയ്തുകൊണ്ട് സംസാരിക്കും. അതായത് നമ്മള് പ്രത്യേകിച്ച് നമ്മൾ മെന്റലി ഫിസിക്കലി ഒക്കെ സ്ട്രെസ്ഡ് ആയിരിക്കുന്ന സമയത്താണെങ്കിലും ജിംഷിയാണ് ഇടയ്ക്ക് വന്നിട്ട് എന്തോ നോക്കില്ലേ ബോഡി പെയിൻ ഉണ്ടാ ഇങ്ങനെയൊക്കെ ചോദിക്കുക എന്ന് പറഞ്ഞില്ല. ആരെങ്കിലും ഒക്കെ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഇല്ല ഞാൻ ഓക്കെയാണ് എന്ന് പറഞ്ഞ് നമുക്ക് വീണ്ടും പോയി ചെയ്യാനുള്ള പരിപാടി ഉണ്ട്. പിന്നെ നമ്മുടെ ലവ് എന്ന് പറയുന്ന സിനിമ ശരിക്കും എൻറ്റയർലി ഒരു അപ്പാർട്ട്മെന്റ്, ഒരു ഫ്ലാറ്റിനകത്ത് ചെയ്യാണ് നിങ്ങൾ. കോവിഡ് കാലത്ത് ലവ് എന്ന് പറയുന്ന ഒരു സിനിമ ഭയങ്കര മിനിമലിസ്റ്റിക് ആയിട്ട് എന്നാലൊരു പാൻഡമിക് സിനാരിയോയിൽ ചെയ്യാവുന്ന ഒരു സിനിമ എന്നുള്ള രീതിയാണ്. അവിടെ നിന്ന് മറ്റേ വാതിൽ തുറന്ന് പുറത്തേക്ക് ഗൾഫിലും തലശ്ശേരിയിലും പോകാവുന്നിടക്കൊക്കെ ഒരു എക്സാജറേറ്റഡ് എന്താ പറയുക ഒരു കംപ്ലീറ്റ് സിനിമാറ്റിക് ഇതിലേക്കാണ് ഇത് തല്ലുമാല കൊണ്ടുവരുന്നത്. ഈ തല്ലുമാല ചെയ്യാമെന്ന്, കാരണം വെച്ചാൽ തല്ലുമാല ആദ്യം ആഷിഖ് കപൂറിൻ്റെതായിട്ടും മുഹ്സിൻ ബരാരിയുടെ ഡയറക്ടോറിയലായിട്ട് അനൗൺസ് ചെയ്താണ്. തല്ലുമാല ചെയ്യാമെന്നുള്ളൊരു കോൺഫിഡൻസ് സെറ്റ് ചെയ്യുന്നൊരു നിമിഷം എന്താണ്? ശരിക്കും ആദ്യം ഞങ്ങൾ തല്ലുമാലയായിരുന്നു ചെയ്യാനിരുന്നത്. അതെ, അപ്പോഴാണ് ലോക്ക്ഡൗൺ വരികയും റഹ്മാൻ ഇങ്ങനെ പെട്ടെന്നൊരു ഫ്ലാറ്റിൻ്റെ അകത്ത് ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റുമായിട്ട് വരുന്നത്. അങ്ങനെയാണ് ലവ് സംഭവിച്ചത്. പിന്നെ തല്ലുമാല എനിക്ക് 2016 തൊട്ട് എനിക്ക് കഥ അറിയാം. കാരണം ഞങ്ങളെല്ലാവരും ഡെയിലി കാണുന്ന ആളുകളാണ്. ഞാൻ മുഹ്സിൻ, സമീർ, ഷൈജുടെ ഒറ്റ ഫ്ലാറ്റ്. അതെ അതെ അതെ. 2016 തൊട്ട് എനിക്ക് അറിയാം. അങ്ങനെ അതിനുശേഷം ആ പടം നടന്നില്ല. പിന്നെ മുഹ്സിൻ ഡയറക്റ്റ് ചെയ്യാനിരുന്നു. പിന്നെ അങ്ങനെ ഒരു ദിവസം ഒരു രാത്രി ഒരു 1:45 റഹ്മാൻ്റെ ഒരു മെസ്സേജ് വരുന്നത് എനിക്ക്, ഇങ്ങനെ തല്ലുമാല നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്കത് അറിയാവുന്നതുകൊണ്ടും പിന്നെ ഖാലിദ് റഹ്മാൻ എന്നുള്ള ഡയറക്ടറും മുഹ്സിൻ പാരാരി എന്നുള്ള ഒരു മിനിറ്റ് ഇത്രയും പോകെ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ടുണ്ടല്ലേ? ഗൂഗിൾ പേ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ടീം തന്നെയാണ് കാരണം റഹ്മാൻ, മുഹ്സിൻ, അഷ്റഫ് ഹംസ, ജിംഷി, ഇങ്ങനൊരു ടീം തന്നെയാണ് തല്ലുമാലയിലേക്ക് ചെയ്യാനുള്ളൊരു തീരുമാനം. പിന്നെ ടൊവിനോ. ഈ റഹ്മാനോടൊന്ന് മുഖം തരും. ഈ പിന്നെ അനുരാഗ് കരിക്കിൻ വെള്ളമാണെങ്കിലും ഉണ്ടയാണെങ്കിലും ലവ് ആണെങ്കിലും ഒരു സെമി റിയലിസ്റ്റിക് ടോണിലാണ് ചെയ്യാൻ വയ്ക്കുന്നത്. അതിൻ്റെയൊക്കെ പുറത്ത് ചാടിയിട്ട് അതൊക്കെ പൊളിച്ച് പുറത്ത് കടന്നിട്ടുള്ളൊരു സിനിമ എന്നുള്ള നിലയ്ക്ക് കൂടിയാണുള്ളത്. തല്ലുമാലയുടെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കണ്ടന്റും നോക്കുകയാണെങ്കിൽ അങ്ങനെയാണ്. ഈ മുഹ്സിൻ അന്നിട്ടൊരു പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത് തലയിലിടുവാണോ എന്ന് തിരിച്ചു ചോദിച്ചു. അപ്പൊ എന്താ തല്ലുമാലയിലേക്ക് കിക്ക് കിട്ടുന്നത്? മൈക്ക് പിടിച്ചോ. തല്ലുമാല ചെയ്യാനുള്ള ഞാൻ ചെയ്യാനുള്ള ഏക റീസൺ ശ്രീ മുഹ്സിൻ ബരാരിയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ പറഞ്ഞ പോലെ ഞാൻ ഉണ്ടയുടെ പ്രീ പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മുതൽ നമ്മള് ഈവൻ തല്ലുമാലയുടെ സ്ക്രിപ്റ്റ് ചെയ്യുന്നത് നമ്മള് ഇൻവോൾവ് ചെയ്ത് വർക്ക് ചെയ്യുന്ന, അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻവോൾവ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ തല്ലുമാല എന്താണെന്ന് കംപ്ലീറ്റ്ലി എനിക്കറിയാം. അതിന്റെ ഒരു ടോട്ടൽ അതിന്റെ ഒരു ഫ്ലേവർ എന്താണെന്നും അതിന്റെ ഒരു മൂഡ്, അതിന്റെ ഒരു റിതം എന്താണെന്നൊക്കെ അവൻ പറയുന്നതിന്റെ ഒരു നെറേറ്റീവിൽ നമുക്ക് കിട്ടും അവൻ എന്താ ഉദ്ദേശിക്കുന്നതെന്നുള്ളത്. പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ കരിക്കും വെള്ളം എന്ന് പറയുന്ന പടങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സേഫ് സോണാണ്. സേഫ് സോണിൽ നിന്നിട്ടുള്ള പണി. തല്ലുമാല അറിയാൻ പാടില്ലാത്ത പണിയാണ്.
പാടില്ലാത്ത പണി ചെയ്ത് തന്നെ പഠിക്കണ്ടേ. പക്ഷെ പാവപ്പെട്ടവൻ പെട്ടുപോയി. അപ്പോ അതാണ് മെയിൻ ഡ്രൈവ് തല്ലുമാലയിലേക്ക്. അതല്ല, പാപ്പട്ടിനെ പെടുത്തിയതാണ്. ഇങ്ങനെ പിടിച്ചിട്ട് രണ്ടുപേരും ലിറ്ററലി എന്റെ അടുത്ത് പറഞ്ഞില്ലേ ഒരു ഡിസ്കഷൻ എന്തോ കാര്യം പറയുമ്പോ മച്ചാനെ അത് ആഷിക്ക് അവനെ പറ്റിക്കാടാ. ഇല്ല, ഈ പടത്തിന്റെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്താ വെച്ചാൽ ഷൂട്ട് ചെയ്യണ സമയത്ത് ഇപ്പൊ സാധാരണ ഒരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ ഇത്ര കോസ്റ്റ് കൂടി പോകുമ്പോഴത്തേക്കും, കാരണം 60 ദിവസം പ്ലാൻ ചെയ്ത സിനിമയുടെ ആദ്യം കോസ്റ്റ് കൂടി പോകുമ്പോഴത്തേക്കും ആക്ച്വലി എന്താ പറയുക 60 ദിവസം എന്ന് പറഞ്ഞതാണ്, പ്ലാൻ 60 ദിവസം ആയിരുന്നില്ല. അതൊക്കെ സാധാരണ ഇങ്ങനെ ബഡ്ജറ്റ് കൂടുമ്പോഴത്തേക്കും സാധാരണ പ്രൊഡ്യൂസർ എന്നുള്ള നിലയിൽ നമ്മൾ പോയിട്ട് ഇതിങ്ങനെ കുറക്ക് എന്ന് പറയട്ടെ. പക്ഷെ ഇവിടുത്തെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ട് എടാ പോടാ ബന്ധമാണ്. അപ്പൊ അതുകൊണ്ട് ഒന്നും നടക്കൂല. അതുകൊണ്ട് ഞാൻ വിട്ടതാണ്. എനിക്ക് ഓർമ്മയുണ്ട് ഒരു ദിവസം ഞങ്ങള് 99 ദിവസമോ അങ്ങനെ ഏതോ ദിവസം ക്യാരവനിൽ ഇരുന്നിട്ട് റഹ്മാന്റെ അടുത്ത് വന്നിട്ട് ആഷിഖ് ഉസ്മാൻ ഇങ്ങനെ തോളത്ത് കഴിച്ചിട്ട് നീ എന്നെ പറ്റിച്ചതാണല്ലോ. അപ്പൊ അത് നിനക്ക് എപ്പോഴാണ് മനസ്സിലായത്? അതിനു മുമ്പ് എന്നോടാണ് ചോദിച്ചത്. പക്ഷെ ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ പുള്ളി എന്റെ അടുത്ത് എപ്പോഴും പറയാറുണ്ട്, ഇത് ഔട്ട് കണ്ടു കഴിഞ്ഞിട്ട് പുള്ളി, അതായത് ഓരോ ദിവസം എടുക്കുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, ഇത് കണ്ടു കഴിഞ്ഞിട്ട് പുള്ളി പൈസ മുടക്കുന്നതിൽ തീർച്ചയായിട്ടും അത്രയും പൈസ ഒക്കെ മുടക്കുമ്പോൾ ആർക്കും ടെൻഷൻ ഉണ്ടാവും. പക്ഷെ ഔട്ടിൽ പുള്ളി തുടക്കം മുതലേ ഹാപ്പി ആയിരുന്നു. അത് എന്റെ അടുത്ത് എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എന്തെങ്കിലും നമ്മൾ വേണ്ടാന്ന് പറഞ്ഞാൽ അല്ല വെച്ചോ. അയ്യോ അങ്ങനെയാണ്. അതായത് വളരെ സത്യസന്ധമായി പറയാൻ പറ്റില്ല. അത് എനിക്കാണ് ഏറ്റവും അങ്ങനെ പറയാനുള്ള അവകാശം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം വെച്ചാൽ നമുക്കറിയാം മലയാളം ഇൻഡസ്ട്രി എങ്ങനെയാണ്, എങ്ങനത്തെ കോൺസെപ്റ്റുകളാണ് നമ്മളിവിടെ ആക്സെപ്റ്റ് ചെയ്യുക, എങ്ങനത്തെ സിനിമകളാണ് സംഭവിക്കുക, എങ്ങനത്തെ സിനിമകൾ സംഭവിക്കാനാണ് ഏറ്റവും എളുപ്പം എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ ഈ സിനിമ സംഭവിക്കണമെങ്കിൽ അവനെ പോലത്തെ പ്രൊഡ്യൂസർ വേണം, അല്ലെങ്കിൽ നടക്കില്ല എന്ന് പറയണ അത് പറ്റിക്കാൻ പറ്റുന്ന പോലത്തെ അല്ലല്ല. ആ കൺവിക്ഷൻ ഉള്ള സിനിമയോട് അത്രയും പാഷൻ ഉള്ള എന്ന് വെച്ചാൽ ഇപ്പോ റഹ്മാൻ ആണെങ്കിലും, റഹ്മാൻ ഒരു ക്രേസി ഭ്രാന്തൻ ഡയറക്ടറാണ്. അപ്പോൾ ഇതെന്താണ് സംഭവം എന്നുള്ള സാധനം അവൻ പുൾ ഓഫ് ചെയ്യണതും അപ്പോൾ അതിന് വേണ്ട അത് റിക്വയർ ചെയ്യുന്ന സാധനം ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കാനുള്ളൊരു സന്നദ്ധത ഉണ്ടാവുക എന്ന് പറയുന്നത് അത് വളരെ റയർ ആയിട്ടുള്ളൊരു കാര്യമാണ്. അല്ല, കാരണം നമുക്ക് തന്നെ അറിയാം, നമ്മൾ തന്നെ പരസ്പരം സംസാരിക്കുന്ന അതൊന്നും ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, അതൊന്നും സിനിമയ്ക്ക് ആവശ്യമില്ല, ഞങ്ങളും കുറേ സിനിമയ്ക്ക് ചെയ്താണെന്നൊക്കെ പറയും. അത് ഞങ്ങൾ കേൾക്കേണ്ടി വരും പല സ്ഥലത്തുനിന്നും. ഞങ്ങൾ സിനിമ വേറെ ആൾക്കാരെടുത്തു ഞങ്ങൾ ചേട്ടന്മാരെ കൂടെ ചെയ്യുകയാണെങ്കിൽ വരെ അത് കേൾക്കേണ്ടി വരും. പക്ഷേ ഇതിനകത്ത് അതല്ല, അതിന് സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പലപ്പോഴും പരിമിതപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. സത്യസന്ധമായും ഞങ്ങൾ ഈ പറഞ്ഞ പോലെ കൂട്ടുകാരനാണ്, ആശകൾ ഉണ്ടാകുന്ന നിലയ്ക്ക് ചില സമയങ്ങളിൽ നമുക്കിതിങ്ങനെ പിടിക്കാം, ദുബായ് നമുക്ക് ഹയാത്തിൽ സെറ്റിട്ട് ചെയ്യാം എന്ന് സത്യസന്ധമായി ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. സ്ക്രിപ്റ്റ് ചെയ്തുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കത് ഞങ്ങൾക്ക് അറിയാം, കുഴപ്പമില്ല, നമുക്കൊരു ഇന്റീരിയർ സീനിലൊക്കെ നമുക്ക് അങ്ങനെ എഴുതാം, എന്നിട്ട് അത് ഇവിടെ സെറ്റിട്ട് ചെയ്യാവുന്ന പോലെ തന്നെ പിടിക്കാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പക്ഷെ ആഷിഖാണ് പറഞ്ഞത് എന്തേ ദുബായ് ഇവിടെ സെറ്റിട്ടാണ്, ഞാൻ സമ്മതിക്കില്ല, ദുബായ് പോവാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ സന്നദ്ധമുള്ള ഒരു സാധനമാണ് അത്. ലവ് ചെയ്യണേക്കാൾ കൂടുതൽ പൈസ അത് ആ ദുബായിൽ ചെലവാക്കിയ കാശിന് വെച്ചിട്ട് എനിക്കൊരു പ്രകൃതി സിനിമ സ്ക്രിപ്റ്റ് ചെയ്താൻ പറ്റും. കോസ്റ്റ്യൂം അല്ലേ, കോസ്റ്റ്യൂം ഒന്നും വ്യാജല്ലല്ലോ അല്ലേ? മൈക്ക് എടുത്തോ, കോസ്റ്റ്യൂമൊക്കെ കാണുന്നില്ല എല്ലാം. മഷറംസ വന്നില്ല, മഷറംസയുടെ കല്യാണം ഇന്നലെ നിശ്ചയായിരുന്നു. മഷറിനെ കൂടി നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്നു. പിന്നെ ബിനു ഇതില് നമ്മുടെ മൂസിന്റെ കൂടെ നേരത്തെയും മൂസിന്റെ സ്ക്രിപ്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് വൈറസിന്റെ സമയത്തെ കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് മേടിച്ചിട്ട് തന്നെ ഞാൻ ഇതിൽ വർക്ക് ചെയ്യാൻ. അപ്പൊ ഇത് എന്താ തല്ലുമാലയിൽ ഒരു ഡയറക്ടോറിയൽ പാർട്ടിൽ കൂടി അല്ല, ഞാൻ ആദ്യം ഇതിന്റെ ചീഫായിട്ടായിരുന്നു ഞാൻ ഉണ്ടായിരുന്നത്. കാരണം മോസ്റ്റ് ഇത് കോഴിക്കോട് ഞങ്ങൾ പ്രീ പ്രൊഡക്ഷൻ തുടങ്ങിയ സമയത്ത് ഞാനും ഇതിൽ ആൻഡ്രൂസ് അങ്ങനെ 2-3 പേര് ഞങ്ങൾ കോഴിക്കോടായിരുന്നു ഇതിന്റെ പരിപാടി തുടങ്ങി. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ആശാൻ ഫോൺ ചെയ്തു രാവിലെ, പറഞ്ഞ് റഹ്മാൻ അസോസിയേറ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു. അതാ അങ്ങനെ പറഞ്ഞേ റഹ്മാനാണ് ഡയറക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒന്നും എനിക്ക് ആലോചിക്കുന്നില്ല, ഞാൻ ആ ഭാഗത്തേക്കില്ല. ഒരു സെറ്റിൽ 2 വിരുപ്പം അത് ശരിയാവില്ല, അവിടെ ഇതന്നെ ധാരാളാ. അപ്പൊ ഞാൻ ഇതിലേക്ക് വന്ന് ജോയിൻ ചെയ്തു. പിന്നെ ചില
സാങ്കേതിക കാരണത്താൽ മാറേണ്ടി വന്നു. അല്ല പുള്ളി അപ്പോഴേക്കും സ്റ്റാറായി. അഭിനയത്തിൽ തിരക്കായി പോയി, അതാണ് സംഭവം. ഞങ്ങൾ വിളിച്ച് റഹ്മാൻ പറഞ്ഞത് പകുതി വർക്ക് ചെയ്തിരിക്കുന്ന ചീഫ് അസോസിയേറ്റ് ആണ്. ഇല്ല റഹ്മാൻ അല്ലേ? പിന്നെ ഞങ്ങള് സത്യസന്ധമായും പിന്നെ ഈ അഭിനയിക്കാനെങ്കിലും വരുമെന്ന് പറഞ്ഞ കാലി പിടിച്ചിട്ടാണ് ഞങ്ങള് എടുത്ത് വന്നത്. സ്റ്റാറായി പോയി, സ്റ്റാറായി പോയില്ലേ? ഡേറ്റ് എങ്ങനെയും ഒരു മിനിച്ചേട്ടാ പ്ലീസ് മിനിച്ചേട്ടാ എന്നൊക്കെ പറഞ്ഞു. പിന്നെ അവസാനം മറ്റായിട്ടൊക്കെ എടുത്തു. ഓക്കെ ശരി അത് പറയണേ, ഡെയിലി രാവിലെ ടോർച്ചറാ. ഒന്ന് ഇവന്റെ ബാക്കി, ഒന്ന് ഇവന്റെ ബാക്കി, ഒരുത്ത ഫോൺ ചെയ്യും, ഒരുത്ത മെസ്സേജ് ചെയ്യും. ആയിക്കോട്ടെ ശരി. അപ്പൊ തമിഴ് ചെയ്തോണ്ടിരിക്കും. ഇതായിരുന്നു അടുത്ത് വന്നിരുന്നത്. ഇവര് രണ്ടാളെ നന്നായി ടോർച്ചർ ചെയ്തിട്ടുണ്ട് എന്നെ. അപ്പൊ ഇവൻ മറ്റേ ഇമോഷണലാ, ഫോണൊക്കെ എടുത്ത ചേട്ടാ എന്താണ് നിങ്ങളില്ലല്ലേ? ഞാൻ മൂസികയുടെ ഒരു കാര്യം കൊണ്ടല്ലേ ഇല്ലാതെ. ഇയാള് ചോദിച്ചാ ഒന്ന് പോയാ രാജമൗലിയാണോ പ്രഭുദേവ? ഇല്ലല്ലേ, ഞാൻ അവസാനം ഞാൻ മാറി. അപ്പൊ ഇയാളെന്റെ എന്നോട് ഞാൻ അന്ന് ഇറങ്ങിയപ്പോ പെട്ടിയിട്ട് ഇറങ്ങിയപ്പോ എന്നോട് തിരിച്ചു ചോദിച്ചത് തനിക്ക് അസോസിയേറ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, അഭിനയിച്ചൂടെ എന്ന് ചോദിച്ചു. ഇല്ല അങ്ങനെ പോയാൽ ശരിയാവുന്നില്ല. അല്ലേ ഇവനെ ഞാൻ പൊക്കുന്നുണ്ട്. സീന് മാറ്റിയോ? തല്ല് കൂടുതൽ പിന്നെ മാസ്റ്റർ പ്രത്യേകം ഉണ്ട്. റഹ്മാൻ പോയിട്ട് സുപ്രസിദ്ധരെ കണ്ടിട്ട് അന്താളില്ല. അത് നാളെ പടം കാണുമ്പോൾ മനസ്സിലാവും. കാരണം നാളെ പടം കാണുമ്പോൾ മനസ്സിലാവും. ആദ്യം എന്നെ ഭയങ്കരമായിട്ട് സ്നേഹിച്ചിന്, ഒരു ബേസ്മെന്റിൽ വെച്ചിട്ട് ഭയങ്കരമായിട്ട് സ്നേഹിച്ചിന്. അപ്പോഴേ ഞാൻ എന്തോ കണ്ട് ഇത് മുന്നോട്ട് നല്ലൊരു പണിയാ വരാനുള്ളത്. നല്ലൊരു പണി തന്നിട്ടുണ്ട്, 4-8 പണി തന്നിട്ടുണ്ട്. ഭയങ്കര സ്നേഹം എല്ലാരോടും പ്രത്യേകിച്ച് ടൊവിനോട് ഭയങ്കര സ്നേഹം. അതെ അതെ, ആ സ്നേഹം ഞാൻ ഒരുപാട് അനുഭവിച്ചത്. ഈ വിഷ്ണു ഇപ്പൊ നേരത്തെ നിങ്ങൾ ഒന്നിച്ച് ഞങ്ങളിപ്പോ അങ്ങനെയാണ് വിഷ്ണു നേരത്തെ മൂസുനായിട്ട് ചേർന്ന് മൂസിന്റെ ലിറിക്സില് ഇത് ചെയ്താണ്. മൂസിന് അങ്ങനെ ഒരു മൂരി ലിറിക്സ് മൂരി എന്നുള്ളതിൽ ടൈറ്റിൽ നേരത്തെ മ്യൂസിക് ചെയ്തതാണ്. വേറെ രീതിയിലൊരു ട്രെൻഡ് സെറ്റ് പാട്ടുകൾ എന്താ ഇപ്പൊ ഇതിൽ വീണ്ടും നിങ്ങളുടെ ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത്? ഇപ്പൊ അത്ര വിഷ്ണു അത്ര പരിചയമുള്ളൊരു പ്രദേശത്തിന്റെ സ്വഭാവത്തിലുള്ള പാട്ടുകളല്ല ഇത് വന്നിരുന്നത്. പിന്നെ നേരത്തെ അല്ലെ മോദീൻ മാലെ പോലുള്ള യൂട്യൂബിലൊക്കെ പല വേർഷൻസ് അവൈലബിൾ ആയിട്ടുള്ള പാട്ടാണ്. അപ്പൊ നിങ്ങളുടെ ഒരു എന്താ പറയാ പാട്ടുകൾ എങ്ങനെയാണ്? വരിമൂരി അല്ലേ? വരിമൂരി. അപ്പം തല്ലുമാല പാട്ടിന്റെ ഈ ഐതിഹ്യമാല അങ്ങനത്തെ പാട്ടുകളൊക്കെ മൂസിന് എനിക്ക് കേൾപ്പിച്ചു തന്നിട്ടുണ്ട്. മൂസിന് റഹ്മാനും ഒരുപാട് റെഫറൻസുകൾ അതിന്റെ ആ കൾച്ചറിലുള്ള പാട്ടുകളൊക്കെ കേൾപ്പിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ കൾച്ചറൽ ഫീസ്റ്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നുള്ളൊരു ഐഡിയ തന്നെയാണ് അതിന്റെ സൗണ്ട് ട്രാക്കുകളെല്ലാം ഉണ്ടാക്കിയേക്കുന്നത് അല്ലേ? അങ്ങനല്ലേ? അപ്പം ഈ പറയുന്ന പോലെ ആ സെയിം ട്രഡീഷണൽ ട്യൂണിൽ നമ്മുടെ സിനിമയ്ക്ക് ചേരുന്ന രീതിക്ക് അത് മൂസിന് മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. കാര്യം സിനിമയും മൂസിന് തന്നെ എഴുതിയിരിക്കുന്നതുകൊണ്ട് പാട്ടും മൂസിന് എഴുതുവാണെങ്കിൽ അത് ഭയങ്കര ബ്ലെൻഡ് ആയിട്ടിരിക്കും. എനിക്കൊന്നൊരു എക്സ്റ്റൻഷൻ പോലെ അല്ലെ? അല്ല ഈ ഉണ്ടാക്കി പാട്ട് എന്ന് പറയുന്ന സംഗതിയൊക്കെ റാപ്പ് അങ്ങനെ എന്തെങ്കിലും ഒരു പ്ലാൻ വന്നാണോ? അത് ഓൾറെഡി സ്ക്രിപ്റ്റിലേക്ക് ഉള്ളതാണോ? ഞങ്ങളത് സ്ക്രിപ്റ്റിന്റെ സമയത്തെ നമുക്ക് ഇന്നൊരു പോയിന്റിൽ ഇങ്ങനെ ഒരു പരിപാടി വേണം എന്നുണ്ടായിരുന്നു. അപ്പോൾ ഉണ്ടാക്കി പാട്ടിൽ നിങ്ങൾ കാണുന്ന പോലെ 2 ഗ്യാങ്ങിൽ കാണിക്കുന്ന ഒരു പരിപാടി അവിടെ വേണം എന്ന ഐഡിയ ഉണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഒരു ഉണ്ടാക്കൽ എന്ന് പറഞ്ഞ സാധനം പിന്നെ ഈ പറഞ്ഞ പോലെ ഞങ്ങൾ വർക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ ഉണ്ടായി വന്നതാണ്. ഉണ്ടാക്കുകയാണല്ലോ, ഉണ്ടാവുകയല്ല. അതെങ്ങനെ അത് റെക്കോർഡ് ചെയ്ത് ഇപ്പൊ അത് റിപ്പീറ്റ് ചെയ്യാൻ പറ്റണം? അല്ല, നമ്മൾ അങ്ങനെയല്ല. ഇപ്പൊ ഈവൻ എന്റെ അടുത്ത് നമുക്ക് ജിണ്ടാക്കി ഞാൻ വെറുതെ പറഞ്ഞു. അപ്പൊ അങ്ങനെ നമുക്ക് അതിൽ നിന്നൊരു താളം പിടിക്കാൻ പറ്റും. പിന്നെ അതിന്റെ ഒരു അപ്പൊ അപ്പൊ ജിണ്ടാക്കുന്ന ഒരു സാധനമായിട്ട് അവിടെ വെച്ചതിന് ശേഷം പിന്നെ നമ്മള് ആ പാട്ടുണ്ടാക്കാൻ ഞങ്ങളൊരു 10-17 ദിവസം എടുത്തിട്ടുണ്ട്. ഇല്ല, നമ്മളാരും ഒരുമിച്ച് തന്നെ കളക്റ്റീവ് ഒരു സാറ്റിസ്ഫൈങ് പോയിന്റിലേക്ക് എത്തുമ്പോ മാത്രമേ ഒരുമിച്ചൊരു പോയിന്റിലേക്ക് എത്തണം. ഞാൻ ഏതോ വെറുക്കപ്പെട്ട ദുരന്ത സമാനം. എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ അത് പറയാം. എന്തുകൊണ്ടാണ് നമ്മൾ റഹ്മാൻ ഇഷ്ടപ്പെടില്ല റഹ്മാൻ ഓക്കെ എന്ന് പറയുന്ന കാര്യം ഞാൻ പറയാം. അതായത് ഈ
ഇപ്പൊ ഈ സിനിമ ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ പ്രകൃതിയുടെ സിനിമക്കാരാണല്ലോ. ഇപ്പൊ നമുക്ക് ഇതിന്റെ മീറ്റർ കൃത്യമായിട്ട് അറിയില്ല എന്ന് പറയുന്ന പോലെ ഒരു നമുക്ക് ഭയങ്കര ആങ്സൈറ്റിയും നെർവസ്നെസ്സും ഉണ്ട്. ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നതിന്റെ ഇൻസെക്യൂരിറ്റിയുടെ കാര്യത്തിൽ വളരെയധികം മത്സരമുള്ള ഒരു ക്രൂവും കാസ്റ്റുമാണ് ഇരിക്കുന്നത്. അപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരാളുടെ ഒരു കോള് എന്ന് പറയുന്ന സാധനം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. എന്ന് വെച്ചാൽ എനിക്ക് പ്രത്യേകിച്ച് വെച്ചാൽ ഞാൻ ഭയങ്കര ഡൗട്ടിലാണ് എപ്പോഴും തല്ലുമാലയുടെ സാധനത്തിലൊക്കെ. ഇപ്പം റഹ്മാൻ എന്ന റഹ്മാൻ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പൊ 2000 അതെ അങ്ങനെ തന്നെ ഞാൻ പറയാം. ഇവൻ പറഞ്ഞ ഉണ്ട പോലെ ഞങ്ങൾ തല്ലുമാല ഡിസ്കസിന് ശേഷം ഉണ്ടായതാ. ശരി, അതെ. തല്ലുമാലക്ക് വേണ്ടി ഇരുന്നിട്ട് സമയത്താണ് ഉണ്ടയുടെ കാര്യം പറഞ്ഞത്. അങ്ങനെ ഉണ്ടുണ്ടാവും. അല്ല, ആ തല്ലുമാലയിൽ റഹ്മാൻ ഇല്ല, ഇല്ല, ഞങ്ങള് സുഹൃത്തുക്കളാണ്. ഞാൻ ചെയ്യാൻ വിചാരിക്കുന്നത് എന്താന്ന് അവരോട് സംസാരിച്ചോണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ആ കാലം തൊട്ടേ ഈ സിനിമ എന്തായാലും ചെയ്യണമെന്ന് വാശി പിടിച്ച രണ്ടുപേരാണ് റഹ്മാൻ കാലത്തും ജിംഷി കാലത്തും. അപ്പോ അന്ന് തൊട്ടേ ഈ ഐഡിയ അവനറിയാം. അപ്പോൾ റഹ്മാനെ ഞാനിത് ഏൽപ്പിക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ എനിക്ക് അപ്പോഴേക്കും എൻ്റെ ഇൻസെക്യൂരിറ്റി ലെവലും ഒക്കെ കേട്ട് കൂടിയിട്ട് ഇപ്പോൾ അവൻ്റെ കൂടി സപ്പോർട്ട്, ഒരു കൺവിക്ഷൻ ഉള്ള ഒരാൾ ഇതിങ്ങനെ മതിയടാ എന്ന് പറയുന്ന സാധനമുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞു കുറച്ച് ആത്മവിശ്വാസം കൂടുതലുള്ള ഒരാളാണെങ്കിൽ നന്നായിരിക്കും. അതായത് അത് ഞാൻ ഏറ്റ് എന്ന് പറഞ്ഞാൽ ചെയ്തില്ലെങ്കിൽ അത് ഏറ്റ് നമ്പർ. അപ്പോൾ അങ്ങനെ ഒരാളായിരുന്നില്ല. അപ്പോൾ അവൻ്റെ കൺവിക്ഷൻ എന്ന് പറയുന്ന സാധനത്തിന്റെ ഒരു അത് ഞങ്ങൾക്ക് റിലേ ചെയ്യാൻ ആവശ്യമായിരുന്നു ഞങ്ങൾക്ക്. അപ്പൊ അവൻ പറയണത് ഇത് മതിയടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പണിയെടുത്താലോ, മതി എന്ന് പറഞ്ഞിട്ട് സാധനം ചെയ്യാം. അപ്പൊ ആ ഒരു ഡൗട്ട്, ഞങ്ങളുടെ സെൽഫ് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ ഞങ്ങൾക്ക് എപ്പോഴും അവന്റെ ഒരു വേർഡിക്റ്റ് ആവശ്യം ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ റഹ്മാൻ എന്ന് പറയുന്നത്. അപ്പൊ ഉണ്ടാക്കി പാട്ടുമാലയുടെ കാര്യത്തിലും അതെ, ഇപ്പൊ ഞങ്ങൾ സാറ്റിസ്ഫൈങ് പോയിന്റിൽ എത്തിയില്ല. അപ്പൊ അവൻ വന്നിട്ട് അവൻ വിളിച്ചിട്ട് അവൻ പറഞ്ഞിട്ട് അവൻ പറഞ്ഞ് കേട്ടിട്ടൊന്നും ഓവർന്നിട്ട് പോടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഓക്കെ ഇനിയും വർക്ക് ചെയ്യാനുണ്ട്. അപ്പൊ അവൻ കേട്ടിട്ട് പോരാ എന്ന് പറയും. അപ്പൊ ഞങ്ങളിത് എന്താണെന്നുള്ളതും ഞങ്ങൾക്ക് അങ്ങനെ ആലോചിച്ചിട്ട് പിന്നെ ഞങ്ങൾ ഉണ്ടാക്കി വെച്ച എല്ലാ ശബ്ദങ്ങളും അതായത് കുറെ പാട്ടുകൾ എഴുതി വെച്ച്, കുറെ ലിറിക്സ് എഴുതി വെച്ച്. അപ്പം അങ്ങനെയല്ല അത് വേണ്ടത്, ആ ഫോമിലല്ല വേണ്ടത് എന്നുള്ളത് ഇങ്ങനെ മനസ്സിലാക്കി. അപ്പോൾ അത് ഞങ്ങൾ മൊത്തം ജിണ്ടാക്കി എന്ന് മാത്രം കേൾക്കും. പിന്നെ ഇവൻ ഉണ്ടാക്കി വെച്ച ബീറ്റ്സും സാധനങ്ങളൊക്കെ കേട്ടിട്ട് ബാക്കിയെല്ലാം ഓഫ് ചെയ്തു. അങ്ങനെ ഓഫ് ചെയ്തതിന് ശേഷം ഇരുന്നിട്ട് ഞങ്ങളപ്പോ അങ്ങനെ കേട്ടിട്ട് ഞങ്ങൾ പറഞ്ഞതാണത്. ഇങ്ങനെ ഓരോന്ന് സാധനങ്ങൾ ഉണ്ടാക്കിക്കോ, ഒച്ച കൂട്ടിക്കോ, അങ്ങനെ കറക്റ്റ് താളത്തിൽ അങ്ങനെ മൈക്ക് എടുത്തിട്ട് അങ്ങനെ പറഞ്ഞു വെച്ചപ്പോ ശരിയായി. അങ്ങനെയാണ് അത് ലാസ്റ്റിൽ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഈ 16 ദിവസം കഴിഞ്ഞിട്ടാണല്ലോ ഇത് കിട്ടിയത്. ആദ്യ ദിവസം കിട്ടിയിരുന്നെങ്കിൽ വേറെ പാട്ട് വർക്ക് ആയിരുന്നല്ലോ. ശരിക്കും ആദ്യം ഒരു പാട്ട് വർക്ക് ആകാതെ ഞാൻ പറഞ്ഞ ഏത് പാട്ട് ആദ്യം? അല്ല, ഇത് തന്നെ ഫസ്റ്റ് പാട്ട്. ഈ നിങ്ങളുടെ ടോട്ടൽ ആൽബത്തിലെ ഫസ്റ്റ് പാട്ട് ഏതാ ഉണ്ടാക്കുന്നത്? തല്ലുമാല പാട്ട് തന്നെ ആദ്യം ചെയ്തു. അത് അവിടെ താമസിക്കുമ്പോ ഉള്ള പാട്ടാണ് അല്ലേ? ഉള്ള പാട്ട് തല്ലുമാല പാട്ട്. പിന്നെ അങ്ങനെ ഓർഡറിൽ ഓരോന്നോരോന്നിട്ട് വന്നു. തല്ലുമാല പാട്ട് ആദ്യം ഉണ്ടാക്കുന്ന ഒരു സിനിമയുടെ മൊത്തം പ്രോസസ് ഞങ്ങൾക്ക് ആവശ്യമായിരുന്നു. ടോട്ടൽ ഫീൽ അല്ലേ പരിപാടി അതാണ്. ഈ കല്യാണി ഇവരെല്ലാം പല നിലക്ക് നേരത്തെ പരിചയപ്പെട്ട് ഈ സിനിമയെ കുറിച്ചുള്ള ഐഡിയ പല നിലക്ക് അറിയാം. എനിക്ക് തോന്നുന്നത് ടോവിക്ക് നേരത്തെ മൂസിനെ പരിചയമുണ്ട്. എനിക്ക് നേരത്തെ മൂസിനെ പരിചയമുണ്ട്. 2015 മുതൽ പരിചയമുണ്ട്. എനിക്ക് റഹ്മാനെയും ജിംഷിനെയും 2012 മുതൽ പരിചയമുണ്ട്. ഞങ്ങള് ഗപ്പി മുതൽ പരിചയമുണ്ട്. ഞാനും പിന്നിച്ചേട്ടനും വിഷ്ണുവും. ഇവർക്കൊക്കെ പല കാലമായിട്ട് സിനിമ അറിയാം. എനിക്കൊന്നൊരു അവസാനമായിട്ട് വരുന്ന ആള് കല്യാണിയാണ്. കല്യാണി ഇപ്പം ബ്രോഡാഡി ആണെങ്കിലും ഹൃദയ ആണെങ്കിലും വേറൊരു സ്വഭാവമുള്ളൊരു സിനിമയാണ് ചെയ്തത്. ഇപ്പം ഇത് ചെയ്യാം, തല്ലുമാല ചെയ്യാം എന്ന് എത്ര പെട്ടെന്ന് തീരുമാനിച്ചതാ? എത്ര സമയം എടുത്തു പറഞ്ഞതിന് ശേഷം? I don't know why they approached me because എനിക്ക് ബിവിക്ക് ഒരു സ്വാഗും ഒരു ലൈക്ക് ആ ക്യാരക്ടറിന്റെ ഒരു സ്വാഗും ഒരു സെൻസ് ഓഫ് സ്റ്റൈൽ ഉണ്ട്. And I don't think I've ever done that in a film so far. So I was very surprised that they even approached me for it. But the main reason I was excited was because there was a vibe in there. When I spoke to Rahman and when I spoke to Musin, there was a vibe that these guys have a vision. And Satyam, there are so many times. Okay, I'm going to say this in English because I Malayalam parna the meaning of what I'm trying to say won't come out. Yeah, that's exactly what it is. But choreography, I would read the scene and I'd be like, oh, okay, Sheri, this is the scene of Varnita. I'd go to set. And then Rahman will come and explain the scene. And you can tell that there's a vision that he has of how he's going to shoot it. And I was like, I didn't expect that to be. I haven't told him this, but really, it was so many times. Or like, even if it's one simple or a cycle ride, there's one vision that he has of how that needs to be played out. And it's beautiful. And I was like, this is really. And all of these guys are in sync. And I was like, I don't know how you guys saw this in this one paper, but it's amazing. But that's the film. That is the ഷോട്ടിന് തൊട്ട് പിന്നെ ഒരു വരവുണ്ട് ഇങ്ങനെ
സുഹൃത്തുക്കളെ സീൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി വന്നിട്ട് എന്നിട്ട് ഇവൻ കറക്റ്റ് നല്ല ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞുതരും. അപ്പൊ അതുവരെ നമുക്ക് ഉണ്ടായിരുന്ന തന്നെ കുറച്ചും കൂടെ ഇൻപുട്സ് കിട്ടും. ഷോട്ട് കഴിഞ്ഞാലും ഒരു വരുത്തുണ്ട്, ഇത് പോരാ, എനർജി ഇല്ല. അഭിനയിച്ച് കാണിക്കും എങ്ങനെയാ? എന്താ അല്ല അഭിനയിച്ച് കാണിക്കൂല, അല്ല അഭിനയിച്ചൊന്നും കാണിക്കൂല, ബട്ട് എന്ത് ചെയ്താലും പോരാ, എന്ത് ചെയ്താലും പോരാ. ആൻഡ് വാട്ട് ചില ഡയറക്ടേഴ്സ് ഒക്കെ ഒരു എക്സ്ട്രാ ഒരു ടേക്ക് കിട്ടിയ ഒരു എക്സ്ട്രാ ഹാപ്പിനെസ് ഉണ്ടാവും. ഓക്കെ ഓക്കെ, അതാണ് that's when you know the take is okay. Otherwise there is no reaction. ഇഷ്ടപ്പെട്ടോ ഇല്ലയോ ഒന്നും അറിയില്ല റിയാക്ഷനിൽ. സോ lot of times me and Toby be like, is the take actually okay or is he just saying that for നമ്മുടെ ഇതേ കിട്ടുള്ളൂ എന്നുള്ള പോലെ ഒരു ഓക്കെ പറയും. ആ ഓക്കെ ഒക്കെ കൊടുക്കുന്നത് ക്യാമറമാനും ബാക്കിയുള്ളവരും. നമ്മളവിടെ നിന്നിങ്ങനെ നോക്കും, ഇല്ല ഉണ്ട് അവന്റെ മുഖം, നമ്മളങ്ങനെ മുഖത്തേക്ക് നോക്കിയിട്ട് ചില ടേക്കൊക്കെ കഴിയുമ്പോഴേ ചിലപ്പോ ഫൈറ്റിലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിയുമ്പോ കയ്യടിയൊക്കെ വരും മൊത്തം ക്രൂവിന്റെ. അപ്പൊ ഓക്കെ നെക്സ്റ്റ് അതില് ഒരു ഓവർ എക്സൈറ്റഡ് ആയിട്ട് അടുത്ത സീൻ പ്രശ്നമാവണ്ടെന്ന് കരുതിയിട്ടാണോ? അങ്ങനെയല്ല, പ്രോത്സാഹനം മതി, നല്ല ആവശ്യത്തിന് പ്രോത്സാഹനം മതി എന്നുള്ളതാണോ? നമ്മള് കഴിവ് കുറവുള്ള ആളുകളെയാണല്ലോ പ്രോത്സാഹിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. കല്യാണി ഇത് ഗൂഗിൾ പേയിൽ ഇത്രയും വലിയ എമൗണ്ട് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുമോ? ഇതിനുള്ള ടാലന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സ് ആണ് കല്യാണി. പിന്നെ അറിയാലോ ടോട്ടലി നമ്മൾ ഈ പ്രകൃതി പടങ്ങളല്ലാത്ത പടങ്ങള് ചെയ്തിട്ടുള്ള പെരിയസ്വാമിയാണ് ഞങ്ങളുടെ കൂടുതൽ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ്ഡ് ആണ്. അപ്പൊ അവരെ ഒന്നും നമ്മളിങ്ങനെ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോ അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ തന്നെ കുറച്ച് കാണുക എന്നുള്ളൊരു രീതിയിലാവോന്ന് പേടിച്ചിട്ട്. ഇപ്പൊ ബീവി അത് കല്യാണി ചെയ്യാൻ വേണ്ടിട്ട് നിങ്ങൾ ഫസ്റ്റ് ഓപ്ഷനിലേക്ക് വന്നതാണ്. എന്താണ് കല്യാണി? കല്യാണി ഞങ്ങക്ക് 2 ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ, ഒന്നില്ലെങ്കിൽ ആലിയ ഭട്ട് അല്ലെങ്കിൽ കല്യാണി പ്രിയദർശൻ. അപ്പോ ഓഫ്കോഴ്സ് കല്യാണി ആലിയ ഭട്ടിനേക്കാളും മികച്ചതാണ് നമ്മളെടുത്ത് തോന്നിയത്. വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്ന് അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു ദുബായ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി, ബേസിക്കലി ആ കുട്ടിയുടെ ഫാദർ ഒരു അറബ് ഒരു വ്യക്തിയാണ്, ഉമ്മ കേരളത്തിൽ നിന്നുള്ളതാണ്. അപ്പോൾ ഒരു മിക്സ് കൾച്ചറിൽ അബ്രോഡ് വളർന്നിട്ടുള്ള ആ ഒരു ടോട്ടാലിറ്റിയിൽ ആ ഒരു ലൈഫ് സ്റ്റൈൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന, ഇപ്പൊ കണ്ടില്ലേ ഈ ഉടുപ്പൊക്കെ ഇട്ടിട്ടിരിക്കാൻ ആ ഒരു ആ സാധനല്ലേ, അപ്പൊ ഇതൊക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള നിലയിൽ ഓഫ്കോഴ്സ് നമുക്ക് വേറെ ഓപ്ഷൻ ഉണ്ടായില്ല. കല്യാണി അമ്മ അല്ലെ ടൊവി പറയുന്നത്, ടൊവി ഡാൻസ് ചെയ്യുന്നത്, അതായത് നിങ്ങൾ മീൻസ് ലേണിംഗ് അൺലേണിംഗ് പോലെ ഡാൻസ് ചെയ്യാൻ പഠിക്കുന്നു, പാട്ട് പാടിക്കുന്നു. ഇപ്പം ഇത് പക്ഷേ ഈ ക്യാരക്ടർ വസീം എന്ന് പറയുന്ന ക്യാരക്ടറിനെ സംബന്ധിച്ചാൽ അയാൾ പാടുകയും ഡാൻസ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ട ഒരാളാണല്ലോ, ഓൾറെഡി ട്രെയിൻഡ് ആയ ആളാണല്ലോ. ഇപ്പം ടൊവിയുടെ ക്യാരക്ടർ ഇതുപോലെ എങ്ങനെയാണ് നിങ്ങൾ കൊണ്ടുവന്നത്? എങ്ങനെയാണ് ടൊവിയുടെ കേസ്? ഡേറ്റ് ഇല്ലാത്തത് കുറയ്ക്കണ്ട. ടൊവി എന്ന് പറയുന്നത് ഇപ്പൊ പണ്ട് ആരോ പറഞ്ഞ പോലെ കാക്കിക്കുള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു കലാകാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ഇനി ഒരുപാട് അടവുകളുണ്ട്, നമ്മൾ പുറം ലോകം കാണാൻ പോകുന്നുള്ളൂ, യുദ്ധമുറകളൊക്കെ. ഇതൊക്കെ നമുക്കറിയാം. അപ്പോ പറഞ്ഞാൽ മതി, ചെയ്തോളും, അവരുറപ്പുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു സ്റ്റാർഡം, ഒരു ഡയറക്ടോറിയൽ, ഒരു ഹൈറാർക്കിക്കൽ കോണ്ടാക്ട് അല്ല. ഇപ്പൊ ഇവര് തന്നെ പറയില്ല, ഞാൻ എന്റെ മുഖം കറുപ്പിച്ചിട്ടുണ്ട്, അത് പക്ഷെ ഞാൻ സിറ്റുവേഷനലി അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ അറിയാതെ ഷൗട്ട് ചെയ്യും, അല്ലെങ്കിൽ നമ്മളത് ശരിയായില്ല, അങ്ങനെയുള്ള വർത്താനം പറയുമ്പോഴും നത്തിങ് പേഴ്സണൽ. ഇപ്പോ എനിക്ക് ടൊവിയോടോ കല്യാണിയോടോ പേഴ്സണലി ഒരു ഇതുണ്ടായിട്ടല്ല അതങ്ങനെ പറയുന്നത്. നമ്മള് ഒരു എടുക്കുന്ന ഷോട്ട് നന്നാവുക എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. അവിടെ നമ്മളെല്ലാവരും സെൽഫിഷാണ്. ആക്ടേഴ്സ് സെൽഫിഷാണ്, സിനിമാറ്റോഗ്രാഫർ സെൽഫിഷാണ്, ഡയറക്ടർ ഡിപ്പാർട്ട്മെന്റ് അതിൽ കൂടുതൽ സെൽഫിഷ് ആയിരിക്കും. അപ്പോ ആ സമയത്ത് അത് ഞാൻ പറഞ്ഞുതരാം. ഇവന്റെ പ്രധാനമായിട്ട് എപ്പോഴാണെന്ന് അറിയോ, ഫൈറ്റ് സീക്വൻസുകൾ ഷൂട്ട് ചെയ്യുമ്പോഴാണ്. ഇപ്പൊ ഫസ്റ്റ് ഷെഡ്യൂളിൽ തന്നെ ഒരു ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ എനിക്കെന്ന് വെച്ചാൽ ഈ ഓപ്പോസിറ്റ് വരുന്ന ഫൈറ്ററിന്റെ പരമാവധി ഇപ്പൊ എന്റെ ടൈമിങ് അങ്ങനെ തെറ്റിക്കഴിഞ്ഞാൽ പുള്ളിക്ക് കൊണ്ടു കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ടുള്ള
വേദനയൊക്കെ എടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു ചെറിയൊരു മനസാക്ഷി കുത്തു വരും. നമ്മളോട് യാതൊരു ദ്രോഹവും ചെയ്യാത്ത, യാതൊരു പ്രകോപനവും ഇല്ലാതെ നമ്മൾ ഒരാൾ ഇടിക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഇത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ അപ്പോൾ എനിക്കാണെങ്കിലും ഒരു ചെറുതായിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും ഇങ്ങനെ കൊള്ളിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ എന്ത് കഴിഞ്ഞാൽ കൊള്ളിക്കാണെങ്കിൽ ഞാൻ ഓവർലാപ്പ് ചെയ്യാം എന്ന് പറയും. പക്ഷെ ഇവനെന്ന് വെച്ചാൽ ഓവർലാപ്പ് ചെയ്യാനാണെങ്കിൽ ഞാൻ ഇങ്ങനെ ഒരു സിനിമ പ്ലാൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ, ഒരു സാധാരണ സിനിമ ചെയ്താൽ പോരെ എന്നൊക്കെയാണ് ഇവൻ പറയണേ. അപ്പോൾ ഇടയ്ക്ക് എന്ന് വെച്ചാൽ ഇച്ചിരിയെങ്കിലും മനസ്സിലുള്ളത് ഒന്ന് സിനിമാറ്റോഗ്രാഫർ കാണും, ജോലിയാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ പക്ഷേ ഫൈറ്റേഴ്സ് ആണെങ്കിലും ഇല്ല സാർ പറയാം സാർ അടിച്ചു പോകും, ഇങ്ങനെ ടൈറ്റ് ചെയ്യും, ടൈറ്റ് ചെയ്ത് അടിച്ചു പോകുന്നൊക്കെ പറയും. ഞാൻ ഇടിക്കാൻ ഇങ്ങനെ പറന്നു വരുമ്പോൾ ഈ സാധനം കാണുമ്പോൾ എനിക്ക് ഭയങ്കര പ്രശ്നമാണ്. പിന്നെന്ന് വെച്ചാല് അത് അഡ്ജസ്റ്റ് ചെയ്യാതെ ചെയ്തതിന്റെ സിനിമയിൽ കാണാം, അതുണ്ട്. എന്ന് വെച്ചാൽ നമ്മളിത് കഴിഞ്ഞ ഉടനെ തന്നെ അവരുടെ സോറി കേട്ടോ, അത് ഇതുകൊണ്ട് ഞാനില്ല അവനാ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് ഈ ഫൈറ്റേഴ്സിനൊന്നും യാതൊരു ഒരിക്കലും ദേഷ്യം തോന്നൂല. എങ്കിൽ പോലും ആ ഷോട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേതൊരു സിനിമയിലും നമ്മൾ ചെയ്യുന്ന പോലെ ഇരിക്കും. ഈ സിനിമയിൽ നമ്മൾ ഇത്രയും ഒരു ഫാൻറ്റം ക്യാമറ കൊണ്ടുവന്ന് വെച്ച് ഒരു 500 ഫ്രെയിംസിൽ ഒരു ക്ലോസ് ഒക്കെ വെച്ചിട്ട് ഇതിന്റെ ഇമ്പാക്ട് ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമുക്കിപ്പോ ഇതിപ്പോ ആരോടെങ്കിലും ഒരാൾ ഇതിന് രക്ഷപ്പെടുന്നില്ല. ഇവന്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്തുണ്ട് നമ്മുടെ ബോംബെ, നൗഷാദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇവന് ഇതിൽ ഒരു ഇടി കിട്ടുന്നുണ്ട്, ഈ ഇടിയില് അത് എന്നാന്ന് പോലും അവനോട് പറഞ്ഞിട്ടില്ല. അപ്പൊ ഫസ്റ്റ് ദിവസം മുതല് നൗഷാദ് ഇങ്ങനെ പ്രാഞ്ചി നടപ്പുണ്ട് ഇങ്ങനെ. എന്നിട്ട് എന്നെ കാണുമ്പോഴൊക്കെ ചോദിക്കും ഇന്നുണ്ടാവോ, അറിയില്ലടാ. എല്ലാ ദിവസവും ചോദിക്കും ഇന്ന് ഉണ്ടാവോ, നീ എല്ലാം ഇടിക്കണം. ബോംബെയുടെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനും പുള്ളിയും കൂടെ ആണല്ലോ വണ്ടിയിൽ വന്ന് ഇറങ്ങണം. ഞങ്ങള് രണ്ടുപേരും കയറുമ്പോ തന്നെ ബോംബെ മോർണിംഗ് ബോംബെ ആണ് നടന്നത്. അപ്പൊ ഞങ്ങള് നടന്നു പോകുമ്പോ ഇവനെന്ന് നമുക്ക് കയറി കെട്ടി പറപ്പിച്ചാലോ. പക്ഷെ ബോംബെ ഫസ്റ്റ് ഷോട്ട് അവനെ ഫസ്റ്റ് ഷോട്ട്. പക്ഷെ മറ്റേ ഇടിയുടെ കാര്യത്തില് ബോംബെ ഭയങ്കര ഭാഗ്യവാനാണ്. കാര്യം എന്തോ സംഭവിച്ച് ഷോട്ട് ഭയങ്കര ഇമ്പാക്റ്റും കംപ്രസറും മറ്റു പരിപാടിയൊക്കെ ആയിട്ട് സാധനം ഒക്കെ ബോംബെക്ക് ഇടി കയറിയിട്ട് കൊണ്ടുമില്ല. അതൊക്കെ കഴുകുന്ന പോലെ അവന് വന്നുള്ളൂ. അപ്പൊ ബോംബെ പക്ഷെ അവന്റെ ഒരു ജീവിതത്തിൽ 2 വയസ്സ് പറഞ്ഞിട്ടുണ്ടാവും ആ 10 ദിവസം കൊണ്ട് പേടിച്ച് ആ ഇടി എന്ന് പറഞ്ഞാൽ അവനത് മറ്റേ റോബോട്ടിക് ആകുമ്പോ കൊണ്ടുവന്ന് അവൻ എന്തായാലും എന്നെ നല്ല ഇടി ഇടിക്കും. അങ്ങനെ ഫസ്റ്റ് ടേക്കാനും ഓക്കെ ആവുകയും ചെയ്തു. ഈ ജിംഷി നേരത്തെ തന്നെ ഈ പാർട്ടിൽ ഉണ്ടായിരുന്നല്ലോ. അപ്പൊ നേരത്തെ ഈ ലവ് ആണെങ്കിൽ ഒരു മിനിമലിസ്റ്റിക് ഡിസൈൻ ആണ് നേരത്തെ റഹ്മാൻ ചെയ്ത പടത്തിലൊക്കെ. ഇപ്പം മണി സാറ് ഒരു കുറച്ചുകൂടി ഒരു മാസ് ആക്ഷനിലേക്ക് പോകുന്ന ഒരു മൊമെന്റ് ഉണ്ടെങ്കിൽ അതുവരെ ഓൾമോസ്റ്റ് ഒരു നമുക്ക് വിശ്വസിക്കാവുന്ന രീതിയിലാണ് കഥ പോകുന്നത്. ഇതൊരു ലാർജർ ദാൻ ലൈഫ് സ്കെയിലിലേക്കാണല്ലോ ഈ സിനിമയുടെ ഒരു ഡിസൈനൊക്കെ വരുന്ന സമയത്തെ. അപ്പൊ നിങ്ങളും വേറൊരു തരം എക്സ്പീരിയൻസ് അപ്ലൈ ചെയ്യേണ്ടി വരില്ലേ സിനിമാറ്റോഗ്രാഫർ എന്നുള്ള രീതിയിൽ? അങ്ങനെ ചിന്തിക്കേണ്ട കാര്യം വന്നിട്ടില്ല. കാര്യം ഞാനും റഹ്മാനും ഒരുമിച്ചാണ് ആദ്യമായിട്ട് 2016, അതായത് കരിക്കും വെള്ളത്തിന്റെ റിലീസിന് ശേഷം വെരി സൂൺ ആ സമയത്ത് ഈ കഥ കേൾക്കുന്നത്. ആ സമയത്ത് മൂസിനത് ഷൈജുവിനും സമീറിനും വേണ്ടി, ഷൈജു ഖാലിദ് സമീർ തായറിന് വേണ്ടി ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റോറിയാണ്. അപ്പോൾ അവരുദ്ദേശിക്കുന്ന ഒരു വേവ് ലെങ്തിലേക്ക് പുള്ളിക്ക് അത് ആ സമയത്ത് പുൾ ഓഫ് ആയിരുന്നില്ല. പുള്ളി എഴുതിയിട്ട് അത് കൂടുന്നുണ്ടായിരുന്നില്ല. അപ്പൊ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുവാണ്. അപ്പൊ സമീർ ലൈക് വാസ് നോട്ട് ഷുവർ അബൌട്ട് ലൈക് ദ ടോട്ടാലിറ്റി സ്ക്രിപ്റ്റിന്റെ കേസിൽ. അപ്പൊ ഇത്തിരി ടഫ് ടൈം ആയിരുന്നു മൂസിന്റെ. അതായത് ക്രാഫ്റ്റ് ഫുള്ളിയും പുള്ളി ബ്ലോക്ക് ആയിട്ടൊക്കെ നിൽക്കുന്ന സമയമായിരുന്നു. അപ്പൊ ഞങ്ങള് എന്ന് ഈ അത്ര പോരാ എന്ന് പറയുന്ന ടൈപ്പ് തന്നെ പിച്ച് ചെയ്യണതിന് മുമ്പ് അറിയാം ഒരു അവസ്ഥയിലാണ് എന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത്. എനിക്ക് റഹ്മാൻ അത് സൂപ്പർ ഹാപ്പി ആയിരുന്നു. പുള്ളിയാണല്ല. പിന്നെ അവിടുന്ന് പിന്നെ എന്നാ ഞാൻ വേറൊരു സാധനം കൂടെ എഴുതാം അങ്ങനെ ഇപ്പൊ സത്യം പറഞ്ഞാ അതെന്താ വെച്ചാൽ ഇതിനകത്ത് ഒരു ചെറിയ ഭ്രാന്ത് ഉണ്ട് പടത്തില്. ഈ പറഞ്ഞ പോലെ അവൻ പറയണ കാരണം ഇത് അങ്ങനെ പെട്ടെന്ന് ഒരാൾക്ക് കൺവിൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല. നേരത്തെ കല്യാണം പറഞ്ഞ കറക്റ്റാണ്. എനിക്കിത് പേപ്പറിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യമില്ല, അല്ലെങ്കിൽ സ്ക്രിപ്റ്റിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കാര്യമില്ല. ഇതൊരു ഒരു മേക്കറിന് കാണാൻ പറ്റുന്ന സിനിമയാണ്. മനസ്സിലായി? അപ്പൊ ഇതിപ്പോ എനിക്ക് ഒരാൾ റഹ്മാൻ വന്നപ്പോ എനിക്കുണ്ടായ അഡ്വാൻറ്റേജ് എന്താ വെച്ചാൽ എനിക്ക് ഒരൊറ്റ കമ്മ്യൂണിക്കേഷൻ പോയിന്റ് ഈ പടത്തിലുള്ളൂ. ഞാൻ വേറെ ഒരാളൊന്നും സംസാരിക്കാറില്ല ഹോൾ ഷൂട്ടിംഗ് പ്രോസസ്സിനകത്ത്. പിന്നെ കല്യാണിയും ടോവിനും പിന്നെ ആക്ടേഴ്സ് ഒക്കെ വന്നിട്ട് എന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കാറാണ് സത്യത്തിൽ. അത് കാണുന്നതായിരിക്കും. അതായത് ഈ കല്യാണി എന്നെ ഗിൽറ്റ് ട്രിപ്പ് ചെയ്തിട്ടാണ് പിറ കിടക്കണ്ടായിരുന്നത്. അപ്പൊ ഞാൻ എന്താ വിചാരിച്ചാൽ ഞാൻ റഹ്മാന്റെ അടുത്ത് മാത്രമേ സംസാരിക്കാറില്ല. എന്താ വെച്ചാല് എനിക്ക് റഹ്മാന് കിട്ടിയാൽ മതി. മനസ്സിലായി? പിന്നെ റഹ്മാനത്
ഇവൻ വന്ന് സുഹൃത്തുക്കളെ എന്ന് പറയുന്ന സാധനം ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. റഹ്മാൻ വന്നിട്ട് സുഹൃത്തുക്കളെ അവൻ പോയി, പിന്നെ അവനെ നടത്തിക്കോളും. അപ്പൊ ആ കൺവിക്ഷൻ, അപ്പൊ എനിക്ക് അവനത് കിട്ടി എന്നുള്ളതാണ് എന്റെ ഇൻസ്പിറേഷൻ. റഹ്മാൻ ജിംഷിക്കും. അപ്പൊ ജിംഷിക്കും ആ പരിപാടി അറിയും. ഞാൻ അത് നേരത്തെ പറയും, ഇവർ രണ്ടുപേരും എന്നെ മോട്ടിവേറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ എന്നെ ഈ പടം ഡ്രോപ്പ് ചെയ്ത് പോയേനെ. പക്ഷെ എനിക്ക് അതിന് പറ്റില്ല. പക്ഷെ ഇത് എന്നെ അത്രയും കാലം ഹോണ്ട് ചെയ്യുന്നുണ്ട് ഈ പടം. അങ്ങനെ ആക്ച്വലൈസ് എന്നുള്ള വാക്യം ഉപയോഗിച്ചോട്ടെ പ്ലീസ്. അപ്പോ ഇതെനിക്ക് ഓക്കെ എന്നാ മലയാളത്തിൽ പറയാം. ഇത് സാക്ഷാത്കരിക്കാതെ പോയി കഴിഞ്ഞാൽ എനിക്ക് പിന്നെ സമാധാനം ഉണ്ടാവില്ല. അതെ, മലയാളം മീഡിയം. അതെ, അപ്പൊ ഇത് സാക്ഷാത്കരിക്കാതെ പോയി കഴിഞ്ഞാൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. എനിക്ക് മനസ്സിലായി, എനിക്ക് മര്യാദയ്ക്ക് ജീവിക്കാൻ പറ്റില്ല. അപ്പൊ സത്യസന്ധമായി പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോ ഈ സിനിമ നടത്തിയേ പറ്റൂ എന്നുള്ള. അത് സിനിമ നടക്കാന്നുള്ളതല്ല, വിചാരിച്ച ലെവലിലേക്ക് ഈ സിനിമ നടത്താൻ പറ്റണം. അപ്പൊ എനിക്ക് ഇവർ രണ്ടുപേരും അതിനെ എത്രയോ കൊണ്ടുപോകാൻ പറ്റുന്ന രൂപത്തിലേക്ക് ലെവലപ്പ് ചെയ്ത് കൊണ്ടുണ്ട്. ആഷിഖ് ഉസ്മാന്റെ കൂടി സപ്പോർട്ട് ഉണ്ടായതുകൊണ്ട് അതിനെ അപ്പുറത്തേക്ക് ലെവലപ്പ് ചെയ്യാൻ ജിംഷിക്കും റഹ്മാൻ പറ്റും. അത് അവരുടെ കൺവിക്ഷനാണ്. അവരുടെ ആ എന്താ പറയാ, ചെയ്യാളിയാ നീ അങ്ങനെ അത് ചെയ്യാളിയാ എന്ന് പറയും. ചില ഏതോ ഒരു പോയിന്റിൽ അവൻ പറഞ്ഞു, നീ ഒരു പോയിന്റിൽ മാത്രമേ റഹ്മാൻ പറഞ്ഞുള്ളൂ, ഞാൻ ചെയ്തരും നീ വെച്ചിട്ട് നീ അങ്ങനെ ഓവറാക്കാതെ ഒരു പോയിന്റിൽ പറഞ്ഞു. നമ്മള് മറ്റേ പാരച്യൂട്ടിൽ വന്നിട്ട് ചാടിയിട്ട് സ്കൈ ഡൈവ് ചെയ്തിട്ട് കുതിരപ്പുറത്തേക്ക് വന്ന് വീഴല്ലേ, അത് വേണ്ടാന്ന് പിന്നെ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെ ഒരു സാധനമാണ്. അപ്പൊ അത് ജിംഷി പറഞ്ഞ കറക്റ്റാണ്. എന്ന് വെച്ചാൽ റഹ്മാനേക്കാൾ കൂടുതൽ ജിംഷിയാണ്. അയാളെ ചെയ്യാടാ, 30 പ്രായമായോടാ, കുറച്ചുകൂടി പ്രായം കഴിഞ്ഞാൽ നമ്മൾ ഈ പടം ചെയ്യില്ലടാ, അതവൻ പറഞ്ഞോണ്ടിരിക്കും. അതാണ് എന്റെ ഫാക്ട്. എന്ന് വെച്ചാൽ അവൻ ഫോൺ വിളിച്ചിട്ട് ഇടക്കിടക്ക് പറയാടാ മൂസി ചെയ്യാടാ, കുറച്ചുകൂടി പ്രായം കഴിഞ്ഞാൽ നമുക്ക് പക്വത ഒന്നുകൂടാ, ഈ പടം ചെയ്യില്ലടാ. അതാണ് എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ എന്റെ മെന്റേഴ്സ് ആണ് ഇപ്പൊ ഷൈജു ഖാലിദായാലും സമീർ താഹിർ ആയാലും. അപ്പൊ അവരുടെ ഒരു പ്രായത്തിന്റെ അവരുടെ ഒരു വേവ് ലെങ്തിലേക്ക് പക്വതയിലേക്ക് ആ സ്ക്രിപ്റ്റ് ആ സമയം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എനിക്കും ഞാനും റഹ്മാൻ അവരെക്കാൾ ഒരു 8 to 10 years ഞാനാണ് ഇതിന്റെ മിഡിലേക്ക്. അല്ല, അത് വേറെ കാര്യമുണ്ട്. അപ്പൊ അങ്ങനെ പറയാന്ന് വെച്ചാൽ ഇപ്പം അവര് നമ്മളിപ്പം ലുക്കിംഗ് അപ് ടു ദം എന്ന് പറയുന്ന പോലത്തെ ഫിലിം മേക്കേഴ്സ് ആണ്. അതേസമയം അപ്പം എന്നെ പോലെ പൊസിഷനിൽ നിൽക്കുന്ന ആൾക്ക് ഈ പറഞ്ഞ പോലെ ഡൗട്ട് വരാനുള്ള ഒരു കാര്യം അവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെന്റ് കിട്ടുന്നു, ഇപ്പുറത്ത് എന്താന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു പരിപാടി പിടിക്കണോ എന്ന്, അല്ലെങ്കിൽ അത് രണ്ട് കൺവിക്ഷൻസിന്റെ പ്രോബ്ലം ആണ്. അതായത് ഒരു പ്രശ്നമല്ല. ഇതൊരു ലിറ്റിൽ ബ്രദേഴ്സിന്റെ ട്രിബ്യൂട്ടാന്ന് പറയുമ്പോൾ ഏജ് വൈസും കുറെ കൂടി താഴേക്ക് വരികയാണ് ആലോചന ചിന്ത. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. ഞാൻ ആക്ച്വലി എന്നെ കണ്ട ലുക്ക് ഇല്ലെങ്കിൽ എനിക്ക് വരാതെ ഏജ് ആണ്. അല്ല, അപ്പൊ പക്ഷെ ഈ പറഞ്ഞ പോലെ എനിക്ക് വേറെ പ്രശ്നമുണ്ട്. ഞാൻ കൂടുതൽ അവരോട് അങ്ങോട്ട് എനിക്ക് ജനറേഷൻ സാധനത്തിന്റെ സാധനം ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഇത് കറക്റ്റ് ആയിട്ട് നമ്മളൊരു വൈബിലുള്ള ഗ്രൂപ്പിലേക്ക് തന്നെ എത്തിയപ്പോഴാണ് നമുക്ക് എന്ത് അങ്ങനെ ആ ആവേശത്തിൽ ഇത് ചെയ്യാൻ പറ്റിയത്. കളക്റ്റീവ്ലി ഒരേ എനർജിയിൽ ഈ പടത്തിന്റെ അപ്രോച്ച് ചെയ്യാൻ പറ്റുമ്പോഴാണ് ഈ പടം നന്നായി വന്നത്. അപ്പൊ നമ്മളെപ്പോഴും ആശുവിന് ഞാൻ എപ്പോഴും നമുക്കിങ്ങനെ പോയിട്ട് ഇങ്ങനെ നിരീക്ഷിച്ചിട്ടിരിക്കാൻ പറ്റും. എന്ന് വെച്ചാൽ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടികൾ നിരീക്ഷകരായിരുന്നു ഞങ്ങൾ. കൈതൊടാതെ പോയിട്ട് ആകെ ശല്യപ്പെടുത്തേണ്ട ഒരാൾ മാത്രമേ ഉള്ളൂ, അവനെ മാത്രമേ ടോർച്ചർ ചെയ്യേണ്ട ആവശ്യം ഞങ്ങൾക്ക്. അപ്പോ ഇവൻ ബാക്കിയുള്ളവരെ ടോർച്ചർ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ കൺഫ്യൂസ് ചെയ്തു, ഞാൻ അവനെ നന്നായി ടോർച്ചർ ചെയ്തിട്ടുണ്ട്. യെസ്. അപ്പോ അങ്ങനത്തെ ഒരു സാധനം. അപ്പൊ ഞങ്ങൾ എപ്പോഴും ശ്രമിച്ചിരുന്ന കാര്യം ഈ ടീമിന്റെ ഒരു ഹാർമണി നിലനിർത്താൻ വേണ്ടിയിട്ട്, ആ ഒരു സാധനം എനർജി നിലനിർത്താൻ വേണ്ടിയിട്ട് മാത്രമേ ഞങ്ങൾ എപ്പോഴും ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ഈ 2022 ഓഗസ്റ്റിലാണ് ഇത് തിയേറ്ററിലേക്ക് വരുന്നത്. 2015 എന്ന് പറയുമ്പോൾ 7 വർഷം മുമ്പായി. അപ്പൊ ആ സമയത്ത് ഈ ഇന്റർനെറ്റ് സെൻസേഷൻ, അല്ലെങ്കിൽ ഇപ്പൊ എനിക്ക് മെറ്റയൊക്കെ ഫേസ്ബുക്കിലൂടെ ക്രിയേറ്റർ പിന്നെ ഇത് ഇത്ര 7 വർഷം മുമ്പ് ഇങ്ങനെ ഒരു ആലോചന നടത്തുന്ന സമയത്തെ ഇത് ലാർജർ ദാൻ ലൈഫ് എന്ന് മാത്രമല്ല റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്റ്റോറി അല്ലല്ലോ. അതിപ്പോ പരാഡിവേഴ്സ്, പാരലൽ വേൾഡ് സംഗതി പൂർണ്ണമായിട്ട്. ആക്ച്വലി ഈ ചോദ്യം അന്ന് നമ്മളെ ചേട്ടന്മാരെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ അങ്ങനെയൊക്കെ നടക്കുമോ, ഇന്റർനാഷണൽ ഇന്റർനെറ്റ് സെൻസേഷൻ ആവും എന്നവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത്. പക്ഷെ അന്നത്തെ ന്യായമായ ചോദ്യമായിരിക്കും. ഞാൻ പക്ഷെ 2016 2017 എന്റെ അടുത്ത് പറയുന്നത് ആദ്യം ഇങ്ങനെ ഒരു ഘട്ടത്തിൽ ഇപ്പൊ റഹ്മാൻ ജിംഷി പറഞ്ഞ പോലെ എനിക്കൊരു ക്ലൈമാക്സ് പോയിന്റിൽ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പിന്നെ ഒന്നും കൂടി എടുത്തിട്ട് ഇതിങ്ങോട്ട് എടുത്തിട്ട് മറിച്ചിട്ടിട്ട് ഇങ്ങനെ പോയാലോ എന്ന് വിചാരിച്ചിട്ടാണ് അവിടുന്ന് ഈ ക്യാരക്ടറിന്റെ ഒരു പെട്ടെന്ന് ഇന്റർനെറ്റ് സെലിബ്രിറ്റി ആണ്. പിന്നെ അന്ന് ടിക്ടോക്ക് ആയിരുന്നു. ടിക്ടോക്ക് അല്ല, അന്ന് മ്യൂസിക്കലി യൂട്യൂബ് അങ്ങനത്തെ ഒരു യൂസർ ഇന്റർഫേസ് വ്യത്യാസമുണ്ട്. അപ്പം ഡെഫ് സ്മാഷ് ആണ്. അപ്പം ബിൻചേട്ടൻ ഓഡീഷൻ നടത്തുന്ന സമയത്തോ അല്ലെങ്കിൽ ബിൻചേട്ടൻ അന്ന് ഉണ്ടായിരുന്ന ബിൻചേട്ടന്റെ ടീം
അന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് ഇന്റർഫേസസ് ഓരോ കാലത്തെ ഇന്റർഫേസസ് എങ്ങനെയായിരുന്നു റിസർച്ച് ചെയ്തോണ്ടിരിക്കലായിരുന്നു ഒരു മണി എന്ന് വെച്ചാ ഇത് ഓരോ കാലഘട്ടം ഉണ്ടല്ലോ, അന്നത്തെ യൂസർ ഇന്റർഫേസ് വ്യത്യാസമുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ അപ്പൊ അത്രയും പണിയുണ്ട് ഈ പരിപാടിക്ക് എന്നുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനത്തെ ഒരു ആ കാലത്ത് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. ഇതിങ്ങനെ അപ്ഗ്രേഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താന്ന് വെച്ചാൽ സ്ക്രിപ്റ്റും ഇതേപോലത്തെ ഒരു വെല്ലുവിളി നേരിടുന്നുണ്ടായിരുന്നു. പക്ഷെ കാലഘട്ടം പറഞ്ഞതനുസരിച്ച് എനിക്കിത് ഇപ്പൊ അന്ന് 2015 ഈ പടം ചെയ്യുമ്പോൾ 2012 മുതൽ 16 വരെയുള്ള കഥയാണ്. പിന്നെ എനിക്കിത് ഇത് മാറുന്നതോടും പിന്നെ എനിക്ക് 2016 തൊട്ട് 20 വരെയുള്ള കഥയാക്കണം. അങ്ങനെ അതിനനുസരിച്ച് ഇത് മാറ്റിക്കൊണ്ടിരിക്കുന്ന പുതുക്കേണ്ട ഒരു സാധനം ഉണ്ട് എന്നുള്ള സാധനം. പിന്നെ അത് അങ്ങനെ ഭയങ്കര ഓത്തന്റിക് ആയിട്ടുള്ള സാധനം നിലനിൽക്കല്ല. നമ്മള് കഥാപാത്രത്തിന്റെ ഒരു 4 വർഷം നമ്മൾ ഫോളോ ചെയ്യുന്നുള്ളത് കൊണ്ട് അതങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് പ്ലേസ് ചെയ്യണം എന്നുള്ള സാധനമൊക്കെ ഉണ്ട്. പിന്നെ നമുക്ക് 2020 ശേഷം പോകാനും പറ്റില്ല. 2020 തൊട്ട് ലോകം മാറിപ്പോയി. അതാണ് ഇതിന്റെ ഒരു പക്ഷെ ഈ പാൻഡമിക്കിനിടയിൽ ഇങ്ങനെ ഒരു സിനിമ പ്ലാൻ ചെയ്യുമ്പോൾ എന്തായാലും ഇതിന്റെ ബജറ്റിനെ കുറിച്ച് ഏതാണ്ട് ഐഡിയ കിട്ടും. തിയേറ്റർ ഓപ്പൺ ആവുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല. അപ്പൊ ഇവരെയൊക്കെ അങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കുകയാണ്. അങ്ങനെയല്ല, നമ്മള് 2020 മെയില് ഷൂട്ട് ചെയ്യാൻ പാൻഡമിക്കിൽ പ്ലാൻ ചെയ്ത സിനിമകൾ പിന്നീട് ഇപ്പൊ വേണോ എന്നൊക്കെ ഉള്ള മാറ്റി വെച്ചിട്ട് പോലും ഉണ്ടല്ലോ ഒരുപാട് പടങ്ങൾ. നേരത്തെ അല്ലെ നമ്മള് 2021 21 രണ്ടാമത് തുടങ്ങാൻ നിൽക്കുമ്പോഴാണ് പിന്നെയും ലോക്ക്ഡൌൺ ഒക്കെ വന്നത്. അതിനുശേഷം നമ്മൾ സെറ്റ് വർക്ക് ഒക്കെ തുടങ്ങിയെന്ന് തോന്നുന്നുണ്ട്. അതിനുശേഷം പിന്നെ ഒരു സാഹചര്യം ഉണ്ടായിട്ട് പതുക്കെ തിയേറ്ററൊക്കെ ഷൂട്ടിംഗ് ഒക്കെ തുടങ്ങി, എല്ലാം റീസ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി. പിന്നെ ഈ സിനിമ ചെയ്യണമെങ്കിൽ ഇത്രയും ഈ നേരത്തെ ബഡ്ജറ്റിന്റെ കാര്യം പറഞ്ഞു പോരാ. ഈ സിനിമ ഇങ്ങനെ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റില്ല. ഈ സിനിമ നേരത്തെ ലവില് ചോദിച്ചില്ല, ലവ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് ഒരു ഫ്ലാറ്റിലെ ഒരു 600 സ്ക്വയർ ഫീറ്റ് ഒരു ഫ്ലാറ്റിലിട്ടാണ് മൊത്തം സിനിമ തീർന്നത്. പക്ഷേ ഈ സിനിമ നമുക്കിത് ഇത്രയും ഇത്രയും എക്യുപ്മെന്റ്സും ഇത്രയും ക്രൗഡും ഈ സിനിമ ഒരിക്കലും നമുക്ക് അങ്ങനെ ഒരു ചെറിയ ബഡ്ജറ്റിൽ ചെയ്യാൻ പറ്റില്ല ഈ സിനിമ. ഈ പറഞ്ഞ പോലെ ഇതൊരു നേരത്തെ മൂസിൻ പറഞ്ഞില്ലേ, ഇതൊരു ഈ ഏജ് ഗ്രൂപ്പ് ഉണ്ട് ഞങ്ങളെല്ലാവരും കൂടിയുള്ള കുറച്ച് ഞങ്ങൾക്കൊരു 45 ഈ 2 വയസ്സ് ചേർന്നതിനേക്കാളും ഒരു 45 ആ ഒരു കുറച്ചും കൂടി ഏജ് കൂടിയിരുന്നെങ്കിൽ എനിക്ക് പോലും ധൈര്യം ഉണ്ടാവില്ല ചിലപ്പോ. അല്ല, ഞങ്ങൾ കുറെ പ്രായക്കാരാ, 1-2 വയസ്സ് എത്രേ ഉള്ളൂ. അപ്പൊ ആ ഒരു അല്ല, അതാണ് ഇതിന്റെ ഒരു നേരത്തെ ചിംഷി പറഞ്ഞ പോലെ തന്നെ ഒരു ഏജ് 33 37 അല്ല 36. ഓക്കെ, സോറി, 36 ഞാൻ പറയും ഇവിടെ നിർത്താം. ഞാൻ പറയും 33 എത്ര 37 ഓക്കെ, പക്വതയുടെ ആയിരിക്കും ബുദ്ധിപരമായി 28. ഓക്കെ. ഈ ടോവി തന്നെ ഇപ്പം ഇതിന്റെ എനിക്കൊന്നൊരു ഫൈനൽ ലാപ്പിലുള്ള ഒരു പ്രൊമോഷൻ ഇപ്പൊ നിങ്ങൾ കോഴിക്കോട് പോയിട്ട് എനിക്ക് ആളുകൾക്കിടയിലേക്ക് കയറി ചെല്ലാൻ പറ്റാത്തത്ര ക്രൗഡ് വരികയാണ്. ഉറപ്പായും ഈ സിനിമയുടെ പ്രീ റിലീസ് മെറ്റീരിയൽ ഇപ്പോ എനിക്കൊന്ന് അതിന്റെ ആദ്യത്തെ പാട്ട് വന്ന സമയത്ത് ഞാൻ നിങ്ങൾ 3 പേരോടും മുസിനോടും ടോവിയോടും റഹ്മാനോടും പറഞ്ഞിരുന്നു തോന്നുന്നു, ഇനിയിപ്പോ ഇതിന്റെ ട്രെയിലർ വന്നില്ലെങ്കിൽ പോലും ഇതൊരു അത്രയും ഓവർ ഹൈപ്പ് സെറ്റ് ചെയ്തു എന്നുള്ളത്. നിങ്ങൾക്ക് ഇതിന്റെ സിനിമയുടെ ഷൂട്ട് അല്ലെങ്കിൽ മ്യൂസിക് പ്രൊഡക്ഷൻ ഈ സമയത്തൊക്കെ ഇത് ഈ രീതിയിൽ ഓഡിയൻസിലേക്ക് എത്താൻ പോകുന്നു, ഇങ്ങനെ ഇത് സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നു, ഇങ്ങനെ ഒരു ഹിറ്റ് ചാർട്ടിലേക്ക് വരാൻ പോകുന്നു എന്നൊക്കെ ഉള്ളൊരു സൂചന കിട്ടിയിരുന്നു. കാരണം നിങ്ങൾക്കും അത് റിപ്പീറ്റഡ്ലി കേൾക്കാൻ പറ്റുന്ന പാട്ടായിട്ടൊക്കെ ആ സമയത്ത് വന്നിട്ടുണ്ടായിരുന്നില്ലേ? എനിക്ക് ഈ സിനിമയെ പറ്റിയിട്ട് തുടങ്ങി ഒരു വിത്തിൻ ഫ്യൂ ഡേയ്സ് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഞാനത് പറഞ്ഞിട്ടില്ലെന്ന് ചോദിച്ചു ഇവരോട്. എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമയായിട്ട് തന്നെയാണ് അത്. ഇത് 105 ദിവസം ഷൂട്ട് ചെയ്തതിൽ ഒരു 5-ാം ദിവസമെങ്കിലും ഞാൻ ഇവരെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും, ഞാൻ ഈ പരിപാടി എങ്ങോട്ടാ പോകുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഭയങ്കര രസമുണ്ട്. ഇത് ആൾക്കാർക്ക് അവര് തലശ്ശേരിയില് they were shooting the song and Anna I just joined and the first visuals that I saw was of the song. Mind blown. I was like, that's when I understood what this film was. Otherwise I didn't have an understanding. You ask script you cannot understand if you just read it like that. ഇതിന്റെ തിരക്കഥ റിലീസ് ചെയ്യണം വിളിച്ചിട്ട് ഈ പറഞ്ഞ പോലെ ആദ്യം ഒരു സ്ക്രിപ്റ്റ് കേൾക്കും. അപ്പൊ സ്ക്രിപ്റ്റ് കേട്ടിട്ട് വണ്ടർഫുൾ എന്നൊക്കെ പറയും. എന്നിട്ട് ഐ ആം റിയലി എക്സൈറ്റഡ് ടു ഡു ദിസ്. എന്നിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് എനിക്ക് സ്ക്രിപ്റ്റ് ഒരു പ്രാവശ്യം കൂടി കേൾക്കാൻ പറ്റും. ഞാനിത് മുഴുവനാക്കി എഴുതിയിട്ടൊന്നുമില്ല ആ സമയത്ത്. ഞാനിത് എന്ത് പറയാനാണ്. But
കല്യാണം എത്ര സമയം എടുത്തിട്ടു യെസ് ഞാൻ ചെയ്യുന്നു എന്ന് പറയാൻ വേണ്ടിട്ട്? One day or something. അല്ല അതെ ചെയ്യാൻ തീരുമാനിച്ചതിന് ശേഷം നീ സ്ക്രിപ്റ്റ് കേട്ടെ. Yeah. ഞാനും അതെ. അളിയൊരു പടമുണ്ട്, ഓക്കെ എന്നാ എന്നിട്ടാ കഥ ചോദിക്കണേ. ഇവരെന്റെ അടുത്ത് തീവണ്ടിയുടെ ലൊക്കേഷനിൽ വന്നിരുന്നിട്ടാണ് ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞത്. അതിന് മുമ്പ് മൂസിൻ ഡയറക്ട് ചെയ്യുന്ന. അതെ. ഇതെന്ന് വെച്ചാൽ ഈ ഞാൻ പറഞ്ഞില്ല തുടങ്ങിയപ്പോൾ തന്നെ പിന്നെ ഇതിങ്ങനെ ഷൂട്ട് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിയാം, നമ്മൾ ഷൂട്ട് ചെയ്ത് വെച്ച വിഷ്വൽസ് ഒക്കെ കാണുമ്പോഴും ഇതിങ്ങനെയല്ല വരാൻ പോകുന്നത് എന്നറിയാം. കഥ നമ്മൾ ലീനിയർ ആയിട്ടാണ് നമ്മൾ ലുക്കും കാര്യങ്ങളൊക്കെ ഉള്ളവരോട് നമ്മൾ ഷൂട്ട് ചെയ്തത്, ലുക്ക് ചേഞ്ചസ് ഒക്കെ ഉള്ളവരോട്. പക്ഷെ അങ്ങനെയല്ല വരാൻ പോകുന്നതെന്ന് അറിയാം. ഇപ്പോഴും എനിക്ക് 100% ധാരണയില്ല എന്താണെന്നുള്ളത്. അത് സിനിമ കണ്ടാൽ തന്നെ എനിക്ക് ആ ധാരണ കിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ഇവരിലുള്ള ട്രസ്റ്റും പിന്നെ ഒരു 95% എനിക്ക് ധാരണയുണ്ട് ഇതെങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. പിന്നെ ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് നാൾ താമസിച്ചിരുന്നല്ലോ. ഇപ്പൊ ഞാൻ തൊട്ടുപുറത്തെ മുറിയിൽ ഇവൻ, അതിന്റെ തൊട്ടുപുറത്തെ മുറിയിൽ വിഷ്ണു മ്യൂസിക് ചെയ്യുന്നു. മുകളിലത്തെ ഫ്ലാറ്റില് റഹ്മാൻ ഉണ്ട്, ലുക്മാൻ ഉണ്ട്, അദ്രി ഉണ്ട്, പിന്നെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ അഷ്റഫൊക്കെ ആണെങ്കിൽ വേറെ ഈ ഫ്ലാറ്റ് കോംപ്ലക്സിൽ തന്നെ വേറൊരു അപ്പാർട്ട്മെന്റിലുണ്ട്. പൂർവ ഗ്രാൻഡ് ബേ എന്ന് പറഞ്ഞിട്ടൊരു ഫ്ലാറ്റ് ഉണ്ട് എറണാകുളത്തെ കോടമ്പാക്ക എന്ന് പറയും. പ്രൊഡ്യൂസർ സാറുടെ വലിയ മനസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് ആ പ്രീ പ്രൊഡക്ഷൻ സെക്കൻഡ് ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് സിനിമ ഷൂട്ടൊക്കെ തുടങ്ങാനാണ്. അപ്പൊ എനിക്കും കുറച്ച് നല്ല ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ എന്താ വെച്ചാൽ എനിക്ക് ഡാൻസ് പഠിക്കുക എന്നുള്ളത് ഒരു ഉദ്ദേശം. പിന്നെന്ന് വെച്ചാല് എനിക്ക് ഈ സ്ക്രിപ്റ്റിന്റെ പുതിയ കറന്റ് ഫോം ഒന്ന് അറിയണമെന്നുണ്ടായിരുന്നു. അതെ എനിക്ക് മനസ്സിലായിരുന്നു. ഞാൻ ചെന്ന് ചോദിക്കുമ്പോ തരാം, ഒരു നരേഷൻ തരാം എന്ന് പറഞ്ഞു. 2 ദിവസം അവിടെ താമസിച്ചിട്ട് എനിക്ക് നരേഷൻ തന്നില്ല. ഇടയ്ക്ക് അവർ ബിറ്റ്സ് ആൻഡ് പീസസ് ഒക്കെ തരും. എനിക്ക് ഫുൾ നരേഷൻ ഞങ്ങള് ഷൂട്ട് തുടങ്ങേണ്ട തലേദിവസം ഇവനെ പിടിച്ചിരുത്തി വട്ടമായിട്ട് ഞങ്ങള് അതില്ല അല്ല ഞാൻ പറഞ്ഞത് അല്ല എന്റെ ഏത് സിനിമ അങ്ങനെ റഹ്മാനെ ഈ സമയത്ത് എന്നെ രക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഏത് സിനിമ വൈറസ് ലവ് സ്റ്റോറി പുലർച്ചെ 2:30 മണി പുലർച്ചെ 2:30 മണിക്കാ തരിക. വൈറസ് എങ്ങനെയാണ് വൈറസ് അല്ല, തല്ലുമാല പറഞ്ഞാൽ മതി. ഹലോ ലവ് സ്റ്റോറിയോ ഹലാല് ആരാ എന്താ പറ നേരത്തെ സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു ബ്രോ, വെറുതെ തമാശ കളിക്കല്ലേ. ഇതിനുണ്ടായിരുന്നല്ലോ. പക്ഷെ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു വിശ്വാസം എന്തായിരുന്നു അറിയോ, മൂസിനുണ്ടോ ക്ലൈമാക്സ് വരും. അങ്ങനെ പറയാനുള്ള കുറച്ച് കാര്യമായിട്ട് പറയണേ ഇത് പറയണേ എനിക്ക് പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ ക്രിയേറ്റിവിറ്റി, അദ്ദേഹത്തിന്റെ അതായത് തല്ലുമാല എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാല് ഒരു ഐഡിയയാണ്. അതിനെ കൺസെപ്ഷലൈസ് ചെയ്യാനുള്ള ടൂളുകൾ മാത്രമാണ് ഇതിലുള്ള മറ്റു ടെക്നീഷ്യൻസിന്റെ വർക്കുകൾ മുഴുവൻ. എല്ലാവർക്കും ഒരുതരം പൊളിറ്റിക്സ് ഉണ്ടല്ലോ. പേപ്പറിലല്ല പടം അല്ല പേപ്പറിൽ കൊടുക്കുക എന്ന് പറഞ്ഞ സാധനം. ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവര് ധൃതി പിടിച്ചിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ ഷോർട്ടിന് തൊട്ടുമ്പോഴേ ഞാൻ പിന്നെ കറക്റ്റ് ചെയ്ത പേപ്പർ കൊടുത്താൽ ഒക്കെ മാറി പോയി. അപ്പൊ ഞാൻ ഫൈനലായിട്ട് തോന്നുന്ന സാധനം കൊടുക്കും. അതിനു മുമ്പ് എന്തൊക്കെയാണോ ആവശ്യമുള്ളത് അത് ഞാൻ നേരത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ടാവും. ബിൻചേട്ടാ ഷൂട്ടിന് ആവശ്യമുള്ളത് എന്താണെന്ന് അറിയാത്തൊരവസ്ഥ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്? ഇല്ലല്ലോ. ആകെ ഉണ്ടായ ആർട്ടിസ്റ്റിന്റെ ഡയലോഗ് കിട്ടൂല. കല്യാണി പാവം പ്രൊഡ്യൂസർ പറയാനുണ്ട്. സീൻ അത് ഓർഡർ ഉണ്ടാവും. ചില ദിവസം ഉച്ചക്ക് മറ്റേ പ്രൊഡക്ഷൻ വണ്ടി വരൂലേ ഫുഡിന്റെ, അതിലായിരിക്കും സീൻ വരുന്നത്. അങ്ങനല്ല, അത് എന്ന് വെച്ചാ ജിംഷി നീങ്കിലും രക്ഷിക്കണം. അല്ല ഇതെന്താ വെച്ചാല് ഇതില് സീനൊക്കെ ഉണ്ട്. ഞാൻ വേണമെങ്കിൽ രക്ഷിക്കാം. ഇതില് സീനുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇവൻ പറയുന്നത് റിലീസ് വരെയും ഒരു റൈറ്ററിന്റെ ജോലി അവസാനിക്കുന്നില്ല എന്നാണ്. അല്ല അത് സത്യമല്ലേ? ശരിക്കും പറഞ്ഞാൽ ഇവന് വേണമെങ്കിൽ ഈ സ്ക്രിപ്റ്റ് എഴുതി കൊടുത്തിട്ട് എന്നാ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോയി വേറെ അടുത്ത സ്ക്രിപ്റ്റ് എഴുതാൻ പോകാമായിരുന്നു. പക്ഷെ ഇവൻ മ്യൂസിക് ഡയറക്ടർ എടുത്ത് പറഞ്ഞത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്തിനുള്ളതാണെന്ന് വെച്ചാൽ ദയവ് ചെയ്ത് എന്റെ തിരക്കഥയെ രക്ഷിച്ചു തരണം, ഇങ്ങനെയാണ് അവൻ്റെ അടുത്ത് ഉള്ളത്. അപ്പോൾ അത് തന്നെയാണ് പരിപാടി. ഇപ്പം എന്താ വെച്ചാൽ എനിക്ക് സ്ക്രിപ്റ്റ് സ്ക്രിപ്റ്റ് എല്ലാ ഡിപ്പാർട്ട്മെന്റും കോംപ്ലിമെന്റ് ചെയ്യേണ്ട സാധനമാണ്. ഞാൻ പറഞ്ഞ 50% എനിക്ക് ക്യാരക്ടേഴ്സിന് വരെ ക്യാരക്ടറൈസേഷൻ, ബാക്കി ഇവരുടെ പരിപാടി എന്നാണ്. ഓരോ സീനിൽ ഇല്ല പിന്നെ ഞാൻ വന്നിട്ട് ചോദിച്ചിട്ടാണ് ഇവരുടെ അടുത്ത് എഴുതുന്നത്, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് ചോദിച്ചതിന് ശേഷം എനിക്ക് അങ്ങനെ പിടിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ തന്നെയാണ് സീനുകളുടെ ഇപ്പേ ഉള്ളൂ. പിന്നെ
സ്ക്രിപ്റ്റ് ഇപ്പൊ ജിംഷി ആണെങ്കിലും എന്ത് പർപ്പസിനാണ് ഈ സീൻ എന്ന് അറിഞ്ഞതിന് ശേഷം അവൻ ഫ്രെയിം വെക്കും. അപ്പൊ ആ പർപ്പസും കാര്യങ്ങളൊക്കെ അറിഞ്ഞ അപ്പൊ എല്ലാവരും കൂടി ഫോം ചെയ്തിട്ട് അത് വരുള്ളൂ. അത് ഇറ്റ്സ് നോട്ട് അബൌട്ട് എ പീസ് ഓഫ് പേപ്പർ. അപ്പൊ അത് ആ പേപ്പർ റെഫറൻസ് പോയിന്റ് ആണ്. പക്ഷെ ഇതൊരു ഡിസൈൻ ആണ്. ഇപ്പൊ ആക്ച്വലി ഇതൊരു ഫിലിം മേക്കിങ്ങിന് വേണ്ടി ഉണ്ടാക്കി ഒരു ഡിസൈൻ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള പരിപാടിയാണ് തല്ലുമാലയിൽ ഉണ്ടായിരുന്നത്. ഒരു ഫിലിം മേക്കർക്ക് ഉള്ള പരിപാടിയാണ്. അയാൾക്ക് ആവശ്യമുള്ള മെറ്റീരിയൽസ് എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണെന്നുള്ള സാധനങ്ങളുടെ ഒരു ഇൻസൈറ്റ്സ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ളതൊക്കെ എനിക്ക് തോന്നി. പേപ്പർ കിട്ടിയില്ല എന്ന് പറയുന്നത് വളരെ ബാലിശമാണ്. ഈ ഇൻസൈറ്റ്സ് ഞാൻ എല്ലാവർക്കും തന്നിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, സമ്മതിക്കുന്നു. പക്ഷെ ഞാൻ തന്നെ ഈ സ്ലാങ് പറയാനായിട്ട് അത്യാവശ്യം നന്നായിട്ട് മലയാളം പറയുന്നു എന്ന് വിശ്വസിക്കുന്നത് ഞാൻ ഈ സ്ലാങ് പറയാനായിട്ട് ബുദ്ധിമുട്ടുമ്പോ ഈ പാവത്തിന് ഷോർട്ടിന് തൊട്ടും പോന്നിട്ട് കല്യാണി ആ ഡയലോഗിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. അങ്ങനെയാണോ കല്യാണി? അല്ലേ ഞാനേ ഇഷ്ടംപോലെ വോയിസ് നോട്ട്സ് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞേ എനിക്ക് പൃഥ്വിരാജ് സുകുമാരൻ എനിക്ക് എല്ലാ പ്രാവശ്യം എങ്ങനെയാണ് മോഡുലേഷൻ എങ്ങനെയാണ് വേണ്ടതെന്നുള്ളത് കറക്റ്റായിട്ട് വോയിസ് നോട്ടായിട്ട് അയച്ചിട്ടായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. നിങ്ങളൊന്നും എന്നെ തീരെ മൈൻഡ് ചെയ്യണില്ല. അതേപോലെ വിനീത് ശ്രീനിവാസന് ചേർന്ന് ഞാൻ പറഞ്ഞു അവർക്ക് വലിയ ആൾക്കാർ ഞങ്ങളൊക്കെ അങ്ങനെ കമ്പയർ ചെയ്യാമോ ഞാൻ പറഞ്ഞു. അതിൽ എന്തായാലും എനിക്ക് വോയിസ് നോട്ടായിട്ട് അയച്ചായിരുന്നു പറഞ്ഞു. ഞാൻ വോയിസ് നോട്ടായിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം. മൂസിം പറയും ഇവന്മാരക്കാരണം. നേരത്തെ മൂസിം പറഞ്ഞ പോലെ ഇൻസൈറ്റ് ഈ സ്ക്രിപ്റ്റിന്റെ ഒരു ഇൻസൈറ്റിന്റെ കാര്യം. ഇപ്പൊ കല്യാണ വീട് ഷൂട്ട് ചെയ്യുന്നു. അപ്പൊ രാത്രി എന്തോ ആണ്. അപ്പൊ ഞങ്ങള് വണ്ടിയിൽ നിന്ന് വന്ന് ലൊക്കേഷനിൽ ഇറങ്ങി ഞാനവിടെ കയറി പോകുമ്പോ ADs ഒക്കെ പൊറോട്ടക്കല്ലിന് ഓടി കിടക്കാണ്. പൊറോട്ടക്കല്ല് എന്താടാ പൊറോട്ടക്കല്ല്? അല്ല മ്യൂസിക് പൊറോട്ടക്കല്ല് എന്തോ പൊറോട്ടക്കല്ലോ ദോശക്കല്ല് എന്തോ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് പുള്ളി എന്താ എഴുതിയേക്കണത്. എന്താ എഴുതിയത്? അത് മ്യൂസിക് വരണം. പക്ഷെ മൂപ്പര് വരുന്നതിന് മുമ്പ് പൊറോട്ടക്കല്ല് ഇവിടെ സെറ്റ് ചെയ്യാൻ പറഞ്ഞു. വേറെ കാര്യമുണ്ട് ഈ പറഞ്ഞ പോലെ അവിടെ ചെന്നിട്ട് ഈ സാധനം ഇല്ലെങ്കിൽ അവർ എന്റെ അടുത്ത് വേറെ കാര്യം കൂടി ചോദിക്കും. അതായത് ഇപ്പൊ പറഞ്ഞ പോലെ ഒരു ഉദാഹരണം പറയും, കുളം കിട്ടിയില്ല, ഈ കുളം മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റി എഴുതി കൊടുക്കാനും ഇവന്മാർക്ക് തന്നെ വേണം. അതെ. അപ്പൊ ആ ദോശക്കല്ല് കിട്ടിയില്ലെങ്കിൽ ഞാൻ വേറെ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അതിനൊക്കെ ബുദ്ധിമുട്ട് പ്രൊഡ്യൂസർക്കാണ്. ബീച്ചിന് പകരം വേറെ സ്ഥലം പറ്റുമോ എന്ന് ചോദിക്കുമ്പോ നമ്മൾ വേറെ സ്ഥലം വളരെ ചീപ്പായിട്ടുള്ള സ്ഥലം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് ഇല്ലേ. ക്രൗഡ് കൺട്രോൾ ചെയ്യാനാണ്. ക്രൗഡ് കൺട്രോൾ ചെയ്യാൻ വേണ്ടി വളരെ ചീപ്പായിട്ടുള്ള സ്ഥലം ഞാൻ മാറ്റി എഴുതി കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ചീപ്പായിരുന്നില്ലേ? ഇപ്പൊ ദുബായ് ആണോ? അല്ല, ലെമറിഡിന്റെ ഫ്രണ്ടിൽ ബലൂണിലൊക്കെ വെച്ചിട്ട് ക്രൈനൊക്കെ വെച്ചിട്ട് അതാണ് നമ്മൾ ഒരു 60 കാറ് 60ഒന്നും അല്ല, ഒരുപാട് കാറുകളും ബലൂൺ ലൈറ്റും എല്ലാം കൊണ്ട് വെച്ചിട്ട് ഞാൻ സിനിമ കാണുമ്പോ അതില്ല സിനിമയില്. അങ്ങനെ 2 മണിക്കൂർ കൊണ്ട് അങ്ങനത്തെ ഒരു മേക്ക് ഷിഫ്റ്റ് ആര് തരും ബ്രോ? അല്ല, ഡിലീറ്റഡ് സീൻസ് നമുക്ക് പൊളിക്കണം. അത് ഡിലീറ്റ് ചെയ്തിട്ടില്ല. റഹ്മാൻ ഖാൻ തന്ന സംവിധായകന്റെ അല്ല ഈ പിന്നെ പടത്തിന്റെ കാര്യത്തില് ഇതിന്റെ ഒരു നെഗറ്റീവ് ആർക്കൊക്കെ ഉണ്ടായ സമയത്ത് ഇതിൽ ലിറിക്സ് എനിക്ക് തോന്നുന്നത് പാട്ട് വന്നപ്പോഴൊക്കെ ഞാൻ മൂസിനോട് ലിറിക്സ് അയച്ചു തരാൻ വേണ്ടിട്ട് ചോദിക്കാറുണ്ട്. ഇംഗ്ലീഷ് നിങ്ങൾ അയച്ചു തന്നിട്ടൊക്കെ ഉണ്ട്. ഈ ലിറിക്സ് ആയല്ലോ. അപ്പം ഈ ലിറിക്സ് എനിക്കൊന്നും ചിലപ്പം ടോബിയുടെ ക്യാരക്ടറിനാണെങ്കിലും കല്യാണിയുടെ കാര്യം എന്റെ ഒരു പോർട്രയിലായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. BV ഇതില് അവരെന്താ പറയുന്നത് അതിന്റെ ഒരു എനിക്കൊന്ന് ടെക്സ്റ്റ് ഒക്കെ കൂടി മിക്സ് ചെയ്തിട്ടാണല്ലോ വരുന്നത്. ഈ സ്ക്രിപ്റ്റിന് ശേഷമാണോ ഈ ലിറിക്സ് ഒക്കെ പാട്ടൊക്കെ? സ്ക്രിപ്റ്റിൽ എന്താണെന്ന് വെച്ചാൽ ഇവിടെ അത് വരും എന്ന് സ്ക്രിപ്റ്റിൽ ഉണ്ടാവും, പിന്നെ അത് വരുത്തണം. അപ്പൊ അതിന് മ്യൂസിക് ഡയറക്ടർ ഒക്കെ വേണമല്ലോ. അപ്പൊ അങ്ങനെ. പക്ഷെ ഈ പറഞ്ഞ പോലെ എനിക്ക് വേറെ ആൾ ഇവിടെ ഇപ്പുറത്ത് ഉണ്ടായതുകൊണ്ടാണ് ലിറിക്സ് എഴുതാം എന്നുള്ളൊരു സാധനം, അല്ലെങ്കിൽ അവരുടെ ഒരാളുടെ അങ്ങനെ ചെയ്യാനുള്ളൊരു കോൺഫിഡൻസ് വന്നത്. കാരണം അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെന്റ് എടുക്കാൻ ഒരാളില്ലെങ്കിൽ ഇത് അങ്ങോട്ട് വഴുതിയിട്ട് എവിടേക്കെങ്കിലൊക്കെ പോയേനെ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അപ്പൊ അത് കാരണം അത്ര ഫ്രീഡം എടുക്കാൻ പറ്റും. അത് എങ്ങനെ വേണമെങ്കിലും ചെയ്യാന്നൊക്കെ പറഞ്ഞ പോലത്തെ സ്ഥലത്ത് എത്താൻ പറ്റില്ലല്ലോ. ഉദാഹരണമായി തേങ്ങാച്ചോറിന്റെ കാര്യമൊക്കെ എഴുതി വെക്കുമ്പോ റഹ്മാൻ കാലത്ത് വന്നിട്ട് മൂസി എന്ന് വിളിക്കും. അപ്പൊ തന്നെ ഞങ്ങൾ പറയും അല്ല അങ്ങനെയല്ല, പപ്പടം കൂടി വരും അവിടെ. പപ്പടം വന്നില്ല എന്നാവും പറയുമ്പോ ഇവിടെ 2ാമത് പാട്ട് തുടങ്ങിയിട്ട് എന്നിട്ട് പപ്പടം വെച്ച് പാടെന്ന് പറയുമ്പോ ഓക്കെ എന്നിട്ട് പറഞ്ഞു പോണം. അപ്പൊ അങ്ങനത്തെ ഒരു ഞങ്ങളെ ക്രിഞ്ച് മീറ്റർ ഇദ്ദേഹമായിരുന്നു. ക്രിഞ്ച് മീറ്റർ അവൻ മുഖത്ത് നോക്കിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സാധനം ഓക്കെയാണ്. ഈ റഹ്മാൻ എന്താ ഇപ്പൊ ഇവര് രണ്ടുപേരും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡയറക്ടേഴ്സ് കൂടിയാണ്, അഷ്റഫും മൂസനും. അപ്പോ അവരാണ് ഇതിന്റെ സ്ക്രിപ്റ്റിംഗിന്റെ പാർട്ടിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ ഒരു റാപ്പോ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? ഭയങ്കര പേടിയായിരുന്നു എനിക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല്
സംഭവിച്ചിട്ടുള്ള പല കാര്യങ്ങളും വെച്ച് കഴിഞ്ഞാൽ പലരുടെയും പല കാര്യങ്ങളും നമ്മൾ റിയൽ ലൈഫിൽ നടന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ കൂടി നമ്മൾ ഇൻസ്പയർ ചെയ്യുമല്ലോ ഓട്ടോമാറ്റിക്കലി. നമ്മൾ സ്ക്രീൻ പ്ലേ ചെയ്യുന്ന സമയത്ത് കംപ്ലീറ്റ്ലി നമുക്ക് അങ്ങനെ ഇമാജിൻ ചെയ്ത് എഴുതാൻ പറ്റില്ല. അപ്പോൾ അഷ്റഫ് ഖാനെ സംബന്ധിച്ചിടത്തോളം അഷ്റഫ് ഖാന്റെ ഫാദറിന് മുമ്പ് ഒരു തിയേറ്റർ ഉണ്ടായിരുന്നു. അപ്പോ അവിടത്തെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്ന കുറെ ക്യാരക്ടേഴ്സും, പിന്നെ അഷ്റഫ് ഖാൻ പഴയ അവിടത്തെ വലിയ പുള്ളിയാണ്, പഴയൊരു വസീമ. അപ്പൊ അദ്ദേഹത്തിന്റെ ലൈഫിലുള്ള ബയോപിക്കുമായിട്ട് ഇതിനെ അപ്പോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് വെച്ച് കഴിഞ്ഞാല് അങ്ങനെ അവര് തമ്മിൽ തീർത്തോളൂ. ഞാൻ അതിൽ ഇടപെടേണ്ട കാര്യമില്ല. എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ അവര് മുസിൻ ആദ്യം അവര് തമ്മിലൊരു തീരുമാനമാവാൻ തന്നെ കുറെ കഷ്ടപ്പെടും. എന്നിട്ടാണ് ഒരു നമ്മൾ എൻ്റെ അടുത്തേക്ക് വന്നിട്ട് അതിന്റെ ഒരു ഓപ്ഷൻ ചോദിക്കുന്ന സമയത്ത്. അപ്പൊ അത് ഒരുവിധം ഓക്കെ ആയിരിക്കും. നമ്മൾ അതിനെ ഒരു ഡയറക്ടോറിയൽ വേയിൽ നമ്മൾ അതിനൊന്ന് ജസ്റ്റ് ഒന്നില്ലെങ്കിൽ ഒന്ന് എക്സാജറേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അണ്ടർടോൺ ചെയ്യുകയോ ചെയ്താൽ മാത്രം മതിയോ. പിന്നെ ഫ്രണ്ട്സ് അല്ലേ ഞാനും മുസ്ലിം അഷ്റഫ് ഖയും ഇതേപോലെ ആ സമയത്ത് ഒരുമിച്ച് ഒരു ഫ്ലാറ്റിലായിരുന്നു. അറിയാം ആളുകളെ എല്ലാം അറിയാം. അപ്പൊ എനിക്ക് ഒട്ടും തോന്നിയിട്ടില്ല ഇങ്ങനെ ഒരു ഡയറക്ടേഴ്സിന്റെ ഇപ്പൊ ചേട്ടൻ ചോദിച്ച പോലുള്ള അങ്ങനത്തെ ഒരു സർക്കിളിലാണ് ഇത് സംഭവിക്കുന്നത് എന്നുള്ള ഇതുവരെ തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് രണ്ടുപേരും ഡയറക്ടേഴ്സ് ആണല്ലോ ചോദിച്ചപ്പോ ആര് ഞങ്ങൾക്ക് അങ്ങനെ ഡയറക്ടറായിട്ട് തോന്നിയിട്ടില്ല. നിങ്ങൾക്കൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. ഈ ഇനി അവസാനം ഇതിലേക്ക് വരുവാണെങ്കിൽ ഇപ്പം തിയേറ്റർ നമ്മൾ ഒരു കഴിഞ്ഞ 2 മാസം മുമ്പ് വരെ ഏപ്രിലൊക്കെ ഏറ്റവും വലിയൊരു കൺസേൺ ആയിട്ട് തിയേറ്ററിലേക്ക് എങ്ങനെ ആളുകൾ വരും, ആളുകൾ OTT പോവാണോ എന്നുള്ളത്. നമുക്കറിയാം ഇതിൻ്റെയൊക്കെ പ്രീ റിലീസ് ഇവന്റ് ഇതിനു മുമ്പ് എന്നാത്താൻ കേസ് ഉടനെയാണ് ഇതിൻ്റെയൊക്കെ പ്രീ റിലീസ് ഇവന്റിനോട് കഴിഞ്ഞാൽ ക്രൗഡ് പുള്ളർ എന്ന് പറയുന്നതിനപ്പുറത്ത് ഇപ്പം ഇന്നലെ നിങ്ങൾ മറ്റേ കോഴിക്കോട് പോകുന്ന സമയത്ത് ഈ ക്രൗഡിനെ മറികടന്ന് നിങ്ങൾക്ക് അവിടത്തേക്ക് പോകാൻ പറ്റാത്ത സാഹചര്യം വരുന്നു. ഈ തിയേറ്ററിൽ ഓളം ഉണ്ടാക്കുന്ന സിനിമ എന്ന് പറയുന്ന സമയത്ത് ഇപ്പം മൂസിൻ്റെ തന്നെ വാക്കുകൾ കണ്ടെടുത്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റാറ്റസ് കോ ഏറ്റെടുത്തിട്ടുണ്ടാക്കാവുന്ന സിനിമകൾ ഓൾറെഡി ഉണ്ട്. അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സ്റ്റീരിയോ ടൈപ്പ് ഒക്കെ മാറിയിട്ട് വേറെ തന്നെ ഇപ്പം ഓക്കെ അല്ലാതെ ഒരു സ്റ്റീരിയോ ടൈപ്പിനൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് എടുക്കാവുന്ന സിനിമയുണ്ട്. ഇപ്പം തല്ലുമാലയുടെ കാര്യത്തിൽ തല്ലുമാല അത്തരത്തിലൊരു ഒറിജിനൽ സ്വഭാവത്തോടെ വരുന്ന സിനിമയാണ്. തല്ലുമാലയ്ക്ക് ഇങ്ങനെ ഒരു തിയേറ്റർ ഓളം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ഇതിന്റെ പ്രീ ഡിസൈനിലുണ്ടായിരുന്നോ? അതിനു വേണ്ടി മാത്രം അല്ലേ നമ്മളെങ്ങനെയാന്ന് വെച്ചാൽ നമ്മള് ആഗ്രഹിക്കുന്നത് അതാണ്. ഇപ്പൊ നമ്മളിപ്പോ അത് ആഗ്രഹിച്ചിട്ട് തന്നെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മോഡൽ ഈ മോഡൽ പടം അതിന്റെ തുടച്ച വരുന്നു, പിന്നെ വരുന്നു, അത് മാറിയിട്ടാണല്ലോ ചെയ്യുന്നത്. നമ്മളൊക്കെ ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇവര് നമുക്ക് നമ്മൾ എക്സൈറ്റഡ് ആയിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഫിലിം മേക്കിങ്ങിൽ നമുക്കിപ്പോ ഒരു ഫോട്ടോഗ്രാഫർ നിലനിൽക്കോ ഡയറക്ടർ നിലനിൽക്കോ അല്ലെങ്കിൽ ക്രിയേറ്റേഴ്സ് നിലനിൽക്ക് കളക്റ്റീവ്ലി ക്രിയേറ്റേഴ്സ് നിലനിൽക്ക് അങ്ങനെ വിളിക്കാം നമ്മളെ തോന്നും. അപ്പൊ അങ്ങനെ നമുക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ട് ഇത് ചെയ്യാനായിട്ട്. ഇത് ഡെലിവറി ചെയ്യുമ്പോൾ അത് ആൾക്കാർക്ക് ഇങ്ങനെ ഒരു എനർജി തിരിയായിരിക്കും, അവർക്കൊരു ഹാപ്പിനെസ് കൊടുക്കാൻ പറ്റുമായിരിക്കും, അവർ ജോയ്ഫുൾ ആയിട്ടുള്ള കുറച്ച് സമയം അവർക്ക് ചിലവാക്കാൻ പറ്റുമായിരിക്കും. അങ്ങനെ അത് ആ ജോയ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞങ്ങൾ വർക്ക് ചെയ്തത്. ആ ജോയ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ഞങ്ങളുടെ ഒരു ജോയ് എന്താണെന്നുള്ളത് തന്നെയായിരിക്കും ഇതിൽ റിഫ്ലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് പിന്നെ ഈ അവകാശവാദങ്ങൾ പറയാൻ പറ്റില്ല. നിങ്ങളിപ്പോ നേരത്തെ പറഞ്ഞ സ്റ്റാറ്റസ് കോന്റെ കൂടെയാണോ അല്ലേ, കാരണം നമ്മൾ ഈ പറഞ്ഞ പോലെ ലേണിംഗ് ആണല്ലോ, മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഞങ്ങളുടെ ജെന്യൂൻ ആയിട്ടുള്ള സിൻസിയർ ആയിട്ടുള്ള ആഗ്രഹം എന്ന് പറയുന്നത് ഈ പറഞ്ഞ തിയേറ്ററിൽ സ്പെൻഡ് ചെയ്യുന്ന സമയം അവിടെ ഒരു ആ റിജോയ്സ് ഉണ്ടാവണം എന്നുള്ളതാണ്. അവിടെ എല്ലാവരും ജോയ്ഫുൾ ആയിട്ട് അങ്ങനെ ഷെയർ ചെയ്യണം. ഇപ്പം ഞാനും റഹ്മാനും ഒരു തിയേറ്ററിൽ പോയിട്ട് ഒരു സിനിമയുടെ FDFS പോയ സമയത്ത് കാണാം. അന്ന് ഞാൻ ഡയറക്ടറാണ്, റഹ്മാൻ അന്ന് വേറെ ഉണ്ടൊക്കെ ചെയ്യാൻ നിൽക്കുന്ന സമയമാണ്. അപ്പോൾ തൽമാ ഡയറക്ടർ അന്ന് ഞാനാണ്. അപ്പോൾ ഞങ്ങൾ തിയേറ്ററിൽ പോകുമ്പോൾ തിയേറ്ററിൽ പടം തുടങ്ങുമ്പോൾ ടൈറ്റിലിന്റെ സമയത്തുള്ള തിയേറ്ററിൽ ആരവുണ്ട് എന്ന് വെച്ചാൽ ആൾക്കാർ കൈയിട്ട് വീശുക എന്നൊക്കെ പറഞ്ഞ പരിപാടികളൊക്കെ. മലയാളത്തിലൊരു സ്റ്റാറിന്റെ പടമാണ് ആസിഫിന്റെ പടമായിരുന്നു. അപ്പം റഹ്മാൻ അന്നിന്റെ അടുത്ത് ചോദിച്ചാൽ എനിക്ക് ഓർമ്മയുണ്ട്, മുസി എന്നാടാ നമ്മൾ ചെയ്യുന്ന പടത്തിന് ഇങ്ങനെ തന്നെ ചോദിച്ചാൽ മുസി എന്നാടാ നമ്മുടെ പടത്തിനൊക്കെ ഇങ്ങനെ ഉണ്ടാവുക. അപ്പോൾ പിന്നെ ഞങ്ങൾ കൂട്ടുകാരാണ്, ഞങ്ങൾ പറയും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ആഗ്രഹം ഞങ്ങളുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ സിനിമ തിയേറ്ററിൽ പോയി കാണുന്ന ആൾക്കാരാണ്, ഞങ്ങളെല്ലാവരും സിനിമാക്കാരാണ്. അപ്പൊ ഈ ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. അപ്പോ എനിക്കത് ഈ മൊമെന്റിൽ അങ്ങനെ തോന്നുന്നു. ഞങ്ങൾ ആ ചോദ്യം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ നാളെ അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ആവുന്ന പ്രതീക്ഷിക്കും. ഇന്നലത്തെ ഒരു അവസ്ഥ വെച്ചിട്ട് നിനക്ക് എന്ത് തോന്നുന്നു? അത് അച്ഛന്റെ ഫാൻസ് ഞാൻ പറയുന്നത് എന്താ വെച്ചാല് ഓരോ സിനിമയുടെ നമ്മൾ കണ്ടന്റ് പുറത്ത് വിടുന്ന സമയം മുതലുള്ള ആളുകളുടെ റെസ്പോൺസ് വെച്ചിട്ട് നമുക്ക് പ്രതീക്ഷ വെക്കാമല്ലോ. കാര്യം ആ സിനിമയ്ക്ക് അകത്തുള്ള ടീസേഴ്സ് ആണെങ്കിലും ട്രെയിലർ ആണെങ്കിലും അല്ലെങ്കിൽ പാട്ടാണെങ്കിലും ആ സിനിമയ്ക്ക് അകത്ത് നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ളതാണ്. അത് പ്രേക്ഷകർ സ്വീകരിക്കുമ്പോൾ
ആളുകൾ ആ സിനിമയും സ്വീകരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്നാണ് ഞാൻ കരുതുന്നത്. ഈ സിനിമ അങ്ങനൊരു സിനിമയാണ്. ആളുകൾ ഒരു ആഘോഷമായിട്ട് തിയേറ്ററിൽ കാണണം എന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ട് അതിനുവേണ്ടി ചെയ്യുന്നതാണ്. എല്ലാ സിനിമയും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എല്ലാ സിനിമയും അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരേപോലുള്ള സിനിമകൾ വീണ്ടും വീണ്ടും ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ സിനിമ ഇങ്ങനൊരു ഉദ്ദേശത്തോട് കൂടിയിട്ട്, എന്നാൽ വേറെ ഏതെങ്കിലും ഒരു സിനിമയുമായിട്ട് സാമ്യമുള്ള രീതിയിലല്ല നമ്മളിത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇത് തന്നെ ഇനി റിപ്പീറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഇതേപോലെ തന്നെ നമ്മൾ ഇത് നമ്മൾ ഒരുപാട് പേരുടെ എഫേർട്ടും എല്ലാം കൃത്യമായിട്ട് ഈ ഒരു പസിൽ പോലെ യോജിച്ച് വന്നതുകൊണ്ട് സംഭവിച്ചിരിക്കുന്നതാണ്. ഇതുപോലെ എല്ലാ സിനിമയും നമുക്ക് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. പക്ഷെ ഈ സിനിമ ഇതുവരെയുള്ളൊരു പോക്ക് വെച്ചിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നത് ആളുകൾ തിയേറ്ററിൽ കാണുകയും ആസ്വദിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു സിനിമയാവുന്നതാണ്. അതിന് പ്രതീക്ഷിക്കുന്നതിൽ തെറ്റില്ലല്ലോ. അൾട്ടിമേറ്റ്ലി പ്രേക്ഷകർ തന്നെയാണ് അത് തീരുമാനിക്കുന്നത്. പക്ഷേ അത് സിനിമ തിയേറ്ററിലെത്തി പ്രേക്ഷകരുടെ പ്രതികരണം അറിയുന്നത് വരെയും ഞങ്ങൾ പ്രതീക്ഷ കൈവിടുന്നില്ല. റഹ്മാനെ, അവസാനം ലാസ്റ്റ് എല്ലാം ടോവിനോ പറഞ്ഞ പോലെ എനിക്ക് പേഴ്സണലി ഏറ്റവും ഇഷ്ടപ്പെട്ട ഫിലിം മേക്കേഴ്സിൽ ഒരാളാണ് റഹ്മാൻ. പിന്നെ റഹ്മാൻ എനിക്കറിയാം, എനിക്കും ഭയങ്കര ഇഷ്ടമുള്ള ഇത് ഞങ്ങളുടെ ഗൂഗിൾ പേ അപ്പോ ഇതില് റഹ്മാൻ ആണെങ്കിൽ പോലും പുണ്യയുടെ കാര്യത്തിലാണെങ്കിൽ ഒരു കൺവെൻഷനൽ ഒരു ട്രെൻഡിനെ ഫോളോ ചെയ്തിട്ടൊരു സിനിമ ഉണ്ടാക്കണം എന്നുള്ളത് എപ്പോഴും ബ്രേക്ക് ചെയ്യാനാണ് നോക്കുന്നത്. ഒരു ട്രെൻഡ് ഫോളോ ചെയ്യും. ഇതും ഒരു കൺവെൻഷനൽ മാസ് മോഡലിനെ വെച്ചിട്ടല്ല ഒരു സിനിമ ചെയ്യുന്നതും തല്ലുമാല ഉണ്ടാക്കുന്ന സമയത്ത്. പക്ഷെ തല്ലുമാല ഇപ്പോൾ തിയേറ്ററിൽ ഏറ്റവും ഉണ്ടാക്കാവുന്ന ഒരു സിനിമയുടെ രീതിയിലേക്കാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. അതിൻ്റെ പാട്ട്, ട്രെയിലർ, സംഗതിയൊക്കെ. ഇപ്പം നേരത്തെ തന്നെ നിങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കുള്ള ഇൻസെക്യൂരിറ്റി എന്ന് നിങ്ങൾക്ക് ഈ പറയുന്ന ഓവർ ദ ടോപ്പിൻ്റെ മാസിൻ്റെ മീറ്റർ അറിയില്ലല്ലോ, നിങ്ങൾ നേരത്തെ അങ്ങനെയല്ലല്ലോ ചെയ്തതെന്നുള്ളത്. പക്ഷെ അതിൻ്റെ മീറ്റർ അറിയുന്നൊരു മൊമെന്റിലേക്ക് എപ്പോഴാണ് എത്തിയത്? ചേട്ടാ, നമ്മൾ അങ്ങനെ പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ തല്ലുമാല മലയാള സിനിമയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സംഭവിക്കാൻ പോകുന്ന കൊമേഴ്ഷ്യൽ സിനിമയൊന്നും അല്ലല്ലോ. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാല് ചേട്ടൻ പറഞ്ഞ പോയിന്റ് എനിക്ക് മനസ്സിലായി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ തല്ലുമാല പോലുള്ള വർക്ക് ചെയ്ത് നമുക്ക് അത് അറിയില്ല എന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോഴാണെങ്കിലും കോളേജിൽ പഠിക്കുമ്പോഴാണെങ്കിലും ക്ലാസ് കട്ട് ചെയ്ത് ഒരുപാട് തമിഴ് സിനിമകളും ഒരുപാട് ഹിന്ദി സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്, മലയാള സിനിമകളും കണ്ടിട്ടുണ്ട്. തിയേറ്ററിൽ ആ എനർജി ഉണ്ടായിരുന്നിട്ടുണ്ട്. ലൈക്ക് നമുക്കറിയാം ഓരോ മൊമെന്റിൽ ഓഡിയൻസ് എങ്ങനെ എനർജിയിൽ പമ്പ് ചെയ്യും എന്നുള്ളത് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഞാൻ കണ്ടിട്ടുണ്ട്, ഒരുപാട് സിനിമകളിൽ കണ്ടിട്ടുണ്ട്. അപ്പോ ആ തിയേറ്ററിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് നമ്മൾ സിനിമ കണ്ടിരുന്ന ആ മൊമെന്റിലാണ് വിശ്വസിച്ചുകൊണ്ടിരിക്കുക തല്ലുമാല ഷൂട്ട് ചെയ്യുന്ന സമയത്ത്. അതല്ലാതെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ലൈക്ക് ഞാൻ തല്ലുമാല ഷൂട്ട് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രസന്റ് സെനാരിയോയിൽ ഞാൻ ആ സിനിമനെ എനിക്ക് ഒരിക്കലും കൺസീവ് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലെ ടോട്ടലി നമ്മളുടെ മൂഡ് വരെയാണ്. പക്ഷെ തല്ലുമാല ചെയ്യുന്ന സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോളേജിൽ പഠിക്കുന്ന ഞാനായിരുന്നെങ്കിൽ, ഞാനും എൻ്റെ കൂട്ടുകാരുമാണെങ്കിൽ ഈ സീന് തിയേറ്ററിൽ കാണുമ്പോൾ ടി വിയിൽ മേ ബി തള്ളി പറഞ്ഞേക്കാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറച്ച് വലിയ ബുദ്ധിജീവി ആളുകളൊക്കെ എന്തെങ്കിലും പറഞ്ഞേക്കാം. ബട്ട് വി ഡോണ്ട് കെയർ. ക്ലാസ് കട്ട് ചെയ്ത് സിനിമയ്ക്ക് പോകുന്ന ഫ്രണ്ട്സ് അവർക്ക് ഇഷ്ടപ്പെടുമോ, അവർ എൻജോയ് ചെയ്യും. ഉറപ്പായിട്ടും ക്ലാസ് കട്ട് ചെയ്ത് പോയേ പറ്റൂ ഈ സിനിമ ഇറങ്ങിയതിൽ നിന്ന് അവർ തീരുമാനിക്കണം. അങ്ങനെ ആ ഒരു എനർജി ഉണ്ടോ എന്നുള്ളത് മാത്രമാണ്. അല്ലാതെ നമുക്ക് മലയാള സിനിമയിൽ ഇപ്പൊ ഇതുവരെ കാണാത്ത ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. അതെ, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആ ഒരു എനർജിയുടെ മീറ്റർ ഡ്രോപ്പ് ആവാതെ പുൾ ഓഫ് ചെയ്ത് നമുക്ക് ഇത്രയും നേരം കൊണ്ടുപോകാൻ പറ്റുമോ, ആ ഒരു വേരിയേഷൻ ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളത് മാത്രമേ നമ്മൾ ട്രൈ ചെയ്തിട്ടുള്ളൂ. അത് എല്ലാം ട്രൈ ചെയ്യാം. ട്രൈ അതൊരു ഹ്യൂജ് ഇതാവുമ്പോ നിങ്ങള് സ്പിൻ ഓഫോ സീക്വലോ പ്രീക്വലോ അങ്ങനെയൊക്കെ പ്ലാൻ വരുമോ? തല്ലുമാല യൂണിവേഴ്സ് ഒന്ന് ഇറങ്ങട്ടെ ചേട്ടാ. ഓക്കെ, അപ്പൊ എന്തായാലും അത് ഹ്യൂജ് സക്സസ് ആവട്ടെ, ട്രെൻഡ് സെറ്റർ ആവട്ടെ, സംഗതി അടിപൊളിയാവട്ടെ. ആ നാക്ക് പൊന്നാവട്ടെ. വെൽക്കം ടു ദി അവസരങ്ങൾ ഇനിയും ഞാൻ വരൂല.